കാസർഗോഡിൻ്റെ പ്രേക്ഷകർക്ക് ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ടോക്ക് ടൈമിൽ അതിഥിയായിട്ടുള്ളത് ജ്യോതിഷ പണ്ഡിറ്റ് ശ്രീ സദനൻ നാരായണ പൊതുവാളാണ്. സാർ നമസ്കാരം. ജ്യോതിഷരെ, ജ്യോതിഷത്തെ അതായത് ഒരു ജ്യോത്സ്യരെ സമൂഹത്തിൽ വിവിധ തട്ടിലുള്ള ആളുകൾ സമീപിക്കാറുണ്ട്. ജ്യോതിഷത്തിന് എത്ര കണ്ട് ശാസ്ത്രീയമായ അടിത്തറയുണ്ടില്ല, ശാസ്ത്രീയമായ പിൻബലമുണ്ട് എന്ന് അറിയാതെയോ അറിഞ്ഞോ ആണ് പലരും ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നത്. ജ്യോതിഷം എന്നത് അതിൻ്റെ പ്രവചന സ്വഭാവം, അല്ലെങ്കിൽ അത് കേവലം ഒരു സൂചനയാണോ, അല്ലെങ്കിൽ ആ പ്രവചന സ്വഭാവത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയ അടിത്തറയുണ്ടോ? ഇപ്പോൾ നമ്മൾ ജ്യോതിഷം എന്ന് വ്യവഹരിക്കുന്ന ഈ ഫലശാസ്ത്രം, അതായത് ഫലപ്രവചനം ചെയ്യുന്ന ഒരു മാധ്യമമുണ്ടല്ലോ, ആ മാധ്യമത്തിലുപരി ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞൊരു ശാസ്ത്രീയ നിയമം ഉള്ളൊരു പരമ്പരാഗതമായിട്ടുള്ള അനുഷ്ഠാനപരമായിട്ടൊക്കെ നടക്കുന്നൊരു ഭാഗമാണ് ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. അത് വെച്ചാൽ അതിൽ ഈ ഗണിതങ്ങളും അതുപോലെ തന്നെ നമുക്ക് ആകാശമണ്ഡലത്തിലുള്ള ഗ്രഹങ്ങളുടെ അവരുടെ സഞ്ചാരഗതികളും കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു പഞ്ചാംഗമെന്നോ അല്ലെങ്കിൽ ഒരു കലണ്ടർ കാര്യങ്ങൾ ഇതൊക്കെ നിശ്ചയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാഗം ഒന്നുണ്ട്. അതിന് ശാസ്ത്രീയത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇതിപ്പം ഇപ്പോഴത്തെ ഈ ISRO ഇപ്പോൾ ഈ വിക്ഷേപണ കേന്ദ്രങ്ങൾ പോലും ഈ പഞ്ചാംഗങ്ങളെയും ഈ ഗ്രഹങ്ങളുടെ ഭാരതീയ ശാസ്ത്രപ്രകാരം പാരമ്പര്യമായി കണ്ടെത്തിയ നിഗമനങ്ങളൊക്കെ ഏതാണ്ട് അവർ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ. തീർച്ചയായും അങ്ങനെയാണ് ജ്യോതിഷർ പ്രവചിക്കുന്നത്. ജ്യോതിഷത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും, അല്ല ജ്യോതിശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ? ഞാനത് പറയാൻ പോകുന്നത് ജ്യോതിശാസ്ത്രം എന്നുള്ളതാണ് ഈ മാധ്യമം. ഇത് ഈ പറയുന്ന നമ്മൾ ആകാശ സഞ്ചാരങ്ങളും കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗണിത മേഖല എന്ന് പറയുന്നത്. നേരെ മറിച്ച് അതിൽ നിന്ന് മാനുഷികമായിട്ടുണ്ടാവുന്ന ഗതിവിഗതികളെ, ഭാവി കാലങ്ങളെയും അതുപോലെ തന്നെ അവരുടെ സൗഭാഗ്യങ്ങൾ കാര്യങ്ങളൊക്കെ നിരൂപണം ചെയ്യുന്നൊരു പശ്ചാത്തലം ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ ക്രോഡീകരിച്ച് നിലനിർത്തിയിട്ടുണ്ട്. അത് ഈ ജനപുഷ്ടി ക്ഷയപുഷ്ടി ദുരിത തുരങ്കാതി സർവ്വവസ്തുവിനം സകല വസ്തുവിനാം എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. അത് ജനങ്ങളുടെ ക്ഷയം, പിന്നെ അതുപോലെ വൃദ്ധി, പുരോഗതിയും അതുപോലെ തന്നെ അധോഗതിയും എന്ന് പറയുന്ന ജനങ്ങളുടെ സ്വാഭാവികത മാത്രമല്ല, അത് ദുരിത തുരങ്കാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന, കുതിര മുതലായിട്ടുള്ള മൃഗജാതികൾക്കൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന് പ്രത്യേകിച്ച് നമുക്ക് സംഹിത എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ഈ ഗണിതം, സംഹിത, ഹോര, ഇങ്ങനെ മൂന്നായിട്ടത്. ആ ഗണിതം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആധാരം. ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ആധാരം പോലെ സൂര്യൻ, ചന്ദ്രൻ, അല്ലെങ്കിൽ കുജൻ, അതുപോലെ ബുധൻ എന്നൊക്കെ പറയുന്ന ഗ്രഹങ്ങളും അവരുടെ ഒരു സംശയം വരുന്നത്. കാരണം ഇതിൽ പറഞ്ഞിട്ടുണ്ട് സൂര്യൻ, ചന്ദ്രൻ, വായു ചില കാരകത്വം കൊടുക്കുന്നില്ലേ, അത് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് ഗണിതങ്ങളെ കൂടി ഇവരുടെ എല്ലാ സഞ്ചാരങ്ങളും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ഒരു ഗ്രഹനില എന്നുള്ള തരത്തിൽ അവരിച്ചിട്ട് ഓരോ ഗ്രഹങ്ങളെയും അവരുടെ ഗ്രഹങ്ങളുടെ ചില സ്വാധീനങ്ങൾ അവരിലുണ്ടാവുന്ന അത് ഒരു തരത്തിൽ അന്നത്തെ ഏത് രൂപത്തിലാണത് കണ്ടുപിടിച്ചതെന്ന് അറിയില്ല. അതിന് ശാസ്ത്രീയം പറയാനുള്ള ഒരു പ്രാമാണികമായിട്ടൊരു നിലപാടില്ല. പക്ഷെ പരമ്പരയായിട്ട് ഇപ്പോൾ നമ്മൾ പൗലീശൻ, വസിഷ്ഠൻ, പരാശരൻ, വരാഹൻ മുതലായിട്ടുള്ള പല ശാസ്ത്രജ്ഞന്മാർ പല കാലഘട്ടങ്ങളിലായിട്ട് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ അത് ക്രോഡീകരിച്ചിട്ട് ഇതെല്ലാം കൂടെ മനുഷ്യ ജീവിതത്തിലോ അല്ലെങ്കിൽ പ്രാണി ജീവിതത്തിലോ എന്തൊക്കെ വ്യതിയാനങ്ങൾ ചെയ്യുന്നു, മാറ്റങ്ങൾ വരുത്തുന്നതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഓരോ ഗ്രഹങ്ങൾ. അതിൽ ഇപ്പോൾ സൂര്യനായാലും അതിൻ്റെ തീക്ഷണത, ചന്ദ്രനായാലും അതിൻ്റെ ശീതളിമ, അതുപോലെ കുജനായി കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന ഒരു സത്വകാരകത്വം എന്ന് പറയാൻ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന അഗ്നി ആയുധം മുതലായിട്ടുള്ള കാര്യം ചൊവ്വയെ സംബന്ധിച്ച് വരും. ബുധനാണ് പാണ്ഡിത്യത്തിൻ്റെ ആളാണെന്ന് പറയും, വ്യാഴമാണ് ജ്ഞാനത്തിൻ്റെ ആളാണെന്ന് പറയും. ഇങ്ങനെ ഓരോ വിശകലനം അതിലെ കൂടെ ഉരുത്തിരിഞ്ഞെടുത്ത് വരുന്നതാണ് ഈ കാരക ധർമ്മങ്ങൾ എന്ന് പറയും. അപ്പോൾ അത് പ്രധാനമായിട്ട് ഈ ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ ഇപ്പോൾ ശുക്രൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം, ആ ശുക്രനെ കൊണ്ട് മനുഷ്യ ജീവിതത്തിന് സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. സമ്പത്ത്, വാഹനം, വസ്ത്രം, ഭൂഷണം, ദിതദ്രവ്യം, പിന്നെ അല്ലെങ്കിൽ ദ്രവ്യാണ് തൗരത്രികം എന്ന് പറയുന്ന ഗീതം ആദ്യം ഇതിലാക്കിയിട്ടുള്ളത്. പിന്നെ ഭാര്യാസൗഖ്യം, സുഗന്ധ പുഷ്പവദനം, ഇങ്ങനെയുള്ള പല മേഖലകളിലും അതിൻ്റെ പിന്നെ നിലപാടുകളെക്കൊക്കെ മനസ്സിലാക്കാൻ, അതിൻ്റെ ഗുണം ദോഷം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ ശുക്രൻ എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ ആ സ്ഥാനബലം, പിന്നെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ബലങ്ങൾ തരത്തിൽ പറയുന്നുണ്ട്. അത് ഉച്ചരാശിയിൽ നിന്നാൽ, നീതിരാശിയിൽ നിന്നാൽ, ബന്ധുക്ഷേത്രത്തിൽ നിന്നാൽ, അല്ലെങ്കിലൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പഠനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു വ്യവഹാരങ്ങൾ പറയാം. ഇത്രയും കൃത്യമായിട്ട് ഇത്രയും ഈ നേരത്തെ പറഞ്ഞ ഇത്രയും പഠനം
പല കാലഘട്ടങ്ങളിൽ പുരാണങ്ങളിൽ പറഞ്ഞ് ഈ പല കാലഘട്ടങ്ങളിൽ പഠനത്തിലൂടെ അല്ലെങ്കിൽ ക്രോഡീകരിച്ച ഈ ഒരു പിന്നെ ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിഷം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രവചിക്കുമ്പോൾ ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത് തെറ്റുന്നത്? പ്രവചനത്തിൻ്റെ തെറ്റെന്ന് പറയുന്നത് ഒരുപക്ഷെ ആ പ്രവചനം നിഗമനം ചെയ്യുന്ന വ്യക്തിയുടെ അവലോകനത്തിൻ്റെ തയ്യാറാണ്. അത് ജ്യോതിഷരുടെ അവലോകനത്തിൻ്റെ തയ്യാറാണ്. അത് പലപ്പോഴും അങ്ങനെ പറ്റും. സാധാരണയായിട്ട് നമുക്ക് ചില നിരൂപണങ്ങൾ ചെയ്തതിൽ അത് വേണ്ടത്ര ആ നിരൂപണത്തെ നമ്മൾ സ്വാധീനിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് വിപരീതമായിട്ട് വരും. ഇപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത്, എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് എത്രയോ നല്ല ശാസ്ത്രജ്ഞന്മാർ കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ ചില വിക്ഷേപണങ്ങളൊക്കെ ചെയ്ത് എത്രയോ കാലഘട്ടം എടുത്തിട്ട് വിക്ഷേപണങ്ങളൊക്കെ ചെയ്ത് അത് ഏകദേശം ചെറിയൊരു ദൂരം വന്നിട്ടത് നിലത്ത് പതിക്കും. അത് ശാസ്ത്രത്തിൻ്റെ അപജയമാണോ? അല്ല, ഈ വിദഗ്ധരുടെ ആ വിദഗ്ധർ തന്നെ അതിനൊരു പിന്നെ കണ്ടെത്തലുണ്ടാവില്ല. കാരണം ഇത് ഇന്ന കാരണം കൊണ്ടാണ് അത് പരാജയപ്പെടുന്നത് എന്നുള്ള ശാസ്ത്രീയമായിട്ട് തന്നെ അവർ പറയാറുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഒരു അതുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതിലും അതുപോലെ ഉണ്ട് ശാസ്ത്രീയ. ഇപ്പം ഞാനൊരു ഉദാഹരണം വേഗം വ്യക്തമാകുന്നൊരു ഉദാഹരണം പറയുന്നത്, ഇപ്പം അധികം ഈ ദാമ്പത്യങ്ങൾ, വിവാഹം, പൊരുത്തങ്ങൾ, ഈ പൊരുത്തങ്ങൾ നോക്കുന്നതിന് ഞാനൊരു വിശകലനം ചെയ്തിട്ട് അത് ദാമ്പത്യപരമായിട്ട് അത് അനുകൂലമല്ല, ഇത് പ്രതികൂലമാണ്, ഇത് തീരില്ല, ഇതിലപ്പോൾ ഇവരെ ദാമ്പത്യം നിലനിൽക്കില്ല, അല്ലെങ്കിൽ സന്താന ഭാഗ്യം ഉണ്ടാവില്ല, അല്ല പല കാരണങ്ങളെ കൊണ്ട് ഇത് ചേർക്കുന്നത് അനുചിതമാണ് എന്നുള്ള തരത്തിൽ ഞാൻ വിട്ട ജാതകം വേറൊരു ജ്യോത്സ്യരെടുത്ത് അവർ പോയി അത് കണ്ടാൽ അവരത് നേരെ വിപരീതമായ ഫലം കിട്ടുന്നുണ്ട്. അവരിപ്പോൾ ആ ജ്യോത്സ്യരും ഉപയോഗിക്കുന്ന പ്രമാണം അത് തന്നെയായിരിക്കണം ഞാനും ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ തമ്മിലത്തെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ പിന്നീട് അത് ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതൊക്കെ ഒരു ഭാഗത്ത് അവർ കണ്ടെത്തിയ നിലപാടിലേക്ക് പിന്നെ സാമാന്യീകരിച്ചോട് സാമാന്യ നിയമങ്ങൾ പറയുന്ന ഒരു നിയമമുണ്ട്. ആ സ്ഥാപനത്തെ വിശേഷാധികാരം കൊണ്ടത് പരിഹരിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു വിശ്വാസം ഒരു മുഖ്യ ഘടകമായി വരുന്നത്. അല്ല, അത് ഏതൊരു വിശ്വാസം ഉണ്ട്. നമ്മളൊരു ഡോക്ടറെ കാണുമ്പോൾ ആ വിശ്വാസം തീർച്ചയായും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജാതകം ഇപ്പം ചില വിഭാഗങ്ങൾക്ക് ജാതകമേ നോക്കാറില്ല. വിവാഹത്തിന് ജാതകത്തിൻ്റെ യാതൊരു ആവശ്യകത പോലുമില്ല. പക്ഷെ എന്നിട്ട് വർഷങ്ങളായിട്ടും അവർ അമ്മമ്മ അല്ലെങ്കിൽ അപ്പൂപ്പനൊക്കെ ആയിട്ടുണ്ട്. അവർ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞങ്ങളൊന്നും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ജാതകം എന്നുള്ള ആ ഒരു സങ്കല്പം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയാറുണ്ട്. അവിടെ പ്രവചനങ്ങൾക്കോ അല്ലെങ്കിൽ ചില സൂചനകൾക്കോ ഒരു പ്രാധാന്യമില്ല. വേണ്ട, നമ്മൾ ഹൈന്ദവ വിശ്വാസം ഒഴിച്ച് മറ്റുള്ള മതവിശ്വാസങ്ങൾ അവർക്ക് ഇതൊന്നും ഇല്ലല്ലോ. അവിടെ വിവാഹത്തിനോ കാര്യത്തിനോ മറ്റുള്ള സമൂഹമായാലും മറ്റ് അതുപോലെ മുസ്ലിം സമുദായമായാലും അല്ല, പക്ഷേ അവർ മറ്റുള്ള കാര്യത്തിനൊക്കെ മറ്റ് ചെയ്ത് അതുപോലെ കാര്യം. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ പോസിറ്റീവായിട്ട് അത് അനുഭവത്തിൽ വരുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് ഇപ്പോൾ പ്രണയവിവാഹം പോലും പരാജയത്തിലെത്തുന്നുണ്ടല്ലോ. അതിൽ തന്നെ കാഴ്ചപ്പാട് നോക്കിയിട്ട് എടുക്കുന്നതല്ലോ. അപ്പോൾ ആ നെഗറ്റീവ് നമ്മൾ കാണുന്നില്ല. ഇത് പോസിറ്റീവ് മാത്രം നോക്കിയിട്ട് അതാണ് ശരി അതാണ് ശരി ഇതെല്ലാം ചേർത്തിട്ട് പരാജയപ്പെടുന്നതുണ്ട്. കൂട്ടി പരാജയപ്പെടുന്നുണ്ട്. കൂട്ടി യോജിപ്പിക്കാതെ നോക്കിയതിൽ പരാജയപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ നേട്ടങ്ങൾ മാത്രം നോക്കുന്നു, ഇതിൻ്റെ കോട്ടങ്ങൾ മാത്രം നോക്കുന്നു. അതൊരു പിന്നെ വിമർശനത്തിനായിട്ട് കാണുന്നൊരു ഔചിത്യമാണ്. അത്രയും ഞാൻ കാണുന്നുള്ളൂ. ഏത് വിശ്വാസം എന്നുള്ളത് നമ്മളിപ്പോൾ അതാണ് ഞാൻ നേരത്തെ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു എൻ്റെ ഒരു അച്ഛൻ്റെ ജ്യേഷ്ഠനുണ്ട്, അയാൾ കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന് ഇവിടെ ഒരു ഭാസ്കരൻ ഡോക്ടർ എന്ന് പറയാം, കുപ്പാടക്കത്ത് അയാൾ തറവാട്ട് ഇതാണ്. അപ്പോൾ കുപ്പാടക്കൻ ഡോക്ടർ അയാളെ പ്രസിദ്ധിയ ഇതാണ്. അയാൾ ജനസമ്മതമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും ആ ഡോക്ടറെ കണ്ടാലേ തൃപ്തിയാവുള്ളൂ. അപ്പോൾ അദ്ദേഹം MBBS മാത്രമാണ്, MBBS ആവുള്ളൂ. അപ്പോൾ ആ ഇടക്കാലത്ത് ആ കാലഘട്ടം പിന്നെ ഈ മറ്റുള്ള MD കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡോക്ടേഴ്സെല്ലാം വരാൻ തുടങ്ങി. അപ്പോൾ മക്കൾ പോലും ഇയാൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലേ ആടെ പോകാൻ നമുക്ക് അവിടെ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് തൃപ്തി ഉണ്ടാവില്ലായിരുന്നു. കുപ്പാടക്കൻ ഡോക്ടർ അയാൾ എന്ത് കൊടുത്തു അത് കൊടുത്ത് അത് സുഖമാണ്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഒരു വലുതല്ല. അപ്പോൾ അദ്ദേഹം അതിനനുസരിച്ച് രീതിയാണ്. പക്ഷെങ്കിൽ ഗുരുതരമായിട്ടുള്ള അല്ല, അദ്ദേഹത്തിൻ്റെ അന്ത്യകാലഘട്ടത്തിൽ പിന്നെ ഇതേ ഡോക്ടർ തന്നെ വേറെ ഡോക്ടറെ റെഫർ ചെയ്ത് അനുഭവനൊക്കെയുണ്ട്. അപ്പോൾ പക്ഷേ സാധാരണ രോഗങ്ങളാകുമ്പോൾ കാര്യങ്ങളാകുമ്പോൾ അയാളുടെ മനസ്സിലാക്കി. പിന്നെ മാത്രമല്ല കാലാകാലമായിട്ട് ഇയാളെ പരിശോധിച്ച് വെക്കുന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തിലുള്ള വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിയാത്തത് ഉണ്ടല്ല. അതുകൊണ്ട് സമാധാനം. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ മറ്റ് പല മേഖലകളിലും വരുന്ന സാധാരണ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പം ചിലപ്പോൾ ജ്യോതിഷത്തിന് എല്ലാ മേഖലയിലും ഉണ്ട്. നമ്മളത് ഒഴിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ജ്യോതിഷത്തിൽ കൂടി വരുന്നുണ്ട്. കാരണം ഞാൻ ഇത് ചോദിക്കാൻ കാരണം പലരും പല പ്രശ്നങ്ങളുമായിട്ടാണ് ജ്യോതിഷരെ കാണുന്നത്. അവർക്ക് സന്തോഷമായി. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താണ് ഇപ്പോൾ ഒരു മകൻ അല്ലെങ്കിൽ എനിക്കൊരു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരാൾ ഒരു ജ്യോതിഷരെടുത്ത് പോയിട്ട് എനിക്ക് ലോട്ടറി അടിച്ചതിൻ്റെ കാരണം അന്വേഷിക്കില്ല.
അവർക്ക് പലപ്പോഴും ജീവിതത്തിൽ വരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പല ദുരിതങ്ങളും ഉണ്ടാകുന്ന സമയത്താണ് മനുഷ്യർ പറയാറുണ്ട് അതായത് ഒരു അൺസർട്ടിനിറ്റി. ഫോർ എക്സാമ്പിൾ, നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പലപ്പോഴും പലരും ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുന്നത്. ഈ ജ്യോതിഷികൾ ചില സമയത്ത് ചിലപ്പോൾ ഇവരെ പല പൂജകൾ, പ്രതിവിധി എന്ന് പറയുന്ന ഒരു വലിയ ലിസ്റ്റ് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ജ്യോതിഷർ അങ്ങനെ ചെയ്യാറുണ്ടോ? അത് പറയുന്നതിന് മുമ്പായിട്ട് ഈ ഇപ്പോൾ പറഞ്ഞതിൽ ഈ നമ്മൾ ഈ ഫലപ്രവചന വിഷയത്തിൽ നമ്മളൊരു കവടി പൂജ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു മന്ത്രം, എല്ലാ ജ്യോത്സ്യന്മാരും ഉപയോഗിക്കുന്ന ഒരു മന്ത്രമുണ്ട്. അത് ഒരു സൂര്യമന്ത്രമാണ്. അതിൽ ഞാൻ വിഷയത്തിലേക്ക് വരാം. പിന്നെ ലോകാനം പ്രളയോദയ സ്ഥിതി വിപുശ്ചാനേകഥായ ശ്രുതു, ഇതേ സൂര്യൻ്റെ അതിൻ്റെ വിശേഷം എന്ന് പറയാം. അപ്പോൾ അത് ലോകാനം പ്രളയോദയ സ്ഥിതി വിഭു എന്നാണ് പറഞ്ഞത്. പ്രളയം എന്ന് പറഞ്ഞാൽ നാശം, ഉദയം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, സ്ഥിതി എന്ന് പറഞ്ഞാൽ സ്ഥിതി. നമ്മൾ സാധാരണ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നല്ലേ പറയാം. ഇത് വരാഹുരം പറഞ്ഞതാണ്. ലോകാനം പ്രളയോദയ സ്ഥിതി എന്നാണ് പറഞ്ഞത്. ആദ്യ സംഹാരത്തെ പറ്റി പറഞ്ഞു, പിന്നെ സൃഷ്ടി പറഞ്ഞു, പിന്നെ സ്ഥിതി പറഞ്ഞു. ഇതിന് വിഭുവാണ്. അപ്പോൾ അതിപ്പോൾ വ്യാഖ്യാനിച്ചെത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ പ്രകൃതിശാസ്ത്രത്തിലേക്ക് കൂടുതൽ ബന്ധപ്പെടുന്നത് ഈ പറഞ്ഞ ഈ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന പ്രളയം, നാളെ ഒരു ആപത്ത് വരുന്നു അല്ലെങ്കിൽ ഇന്ന് ആപത്തിലുണ്ട് എന്നൊക്കെ ആശങ്കിക്കുന്ന വ്യക്തികളാണ് അധികവും അതിൽ വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഘടകത്തിൽ ഉദയം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തൊക്കെ പുതിയ ഇപ്പം എനിക്ക് ഉദ്യോഗത്തിൽ അല്ലെങ്കിൽ ഒരു വീടെടുക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഒരു മംഗളകരമായിട്ടൊരു വിവാഹ കാര്യം, ഇങ്ങനെയൊക്കെ ഇനി നാളത്തേക്ക് എനിക്ക് സൗഭാഗ്യകരമായിട്ട് അങ്ങനെ വേണമെന്നുള്ളതിന് അത് രണ്ടാമത്തെ ഒരു ഘടകം വേണ്ടത്. മൂന്നാമത്തെ സ്ഥിതിയിൽ ഒന്നുമില്ല, വെറുതെ ഒന്നും ജാതകം നോക്കാൻ പറഞ്ഞിട്ട് ഒരാൾ വരുന്ന വിഭാഗമില്ല, അത് വളരെ കുറവാണ്. എന്നാലും ചിലപ്പോൾ ഒന്ന് നോക്കാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് കൂടുതൽ മനുഷ്യന് ഇത് സഹായകമായിട്ട് വർത്തിക്കുന്ന ഈ ശാസ്ത്രം എന്നുള്ളത് ഈ ഒരു സംവിധാനം കൊണ്ടാണ്. ഇത് അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവർ കയറുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് ചിലവത് പരീക്ഷണമാണ് സാധ്യം. പക്ഷേ ഇതിന് ഒരു വിഷയം കൂടി ഇതിൽ പ്രത്യേകം പറയുന്നുണ്ടാകും. ഇത് നമുക്ക് പൃച്ഛകൻ എന്നുള്ളൊരു പദവും അതുപോലെ ദൈവത്വം എന്നുള്ളൊരു പദമുണ്ട്. നമ്മൾ ജ്യോതിഷന്മാർ ദൈവത്വം എന്നാണ് പറയാം. അവർ ഭാവി ഭാഗതയങ്ങളെ നിർണ്ണയിക്കുന്നവരാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ആരാന്ന് ഭാഗ്യമാണ്. അത് കണ്ടവരാരുമില്ല, ദൈവത്തെ അറിഞ്ഞവരും ആരുമില്ല. പക്ഷേ ഒരാൾ ആത്മാവിനെ കണ്ടെത്തി അത് ചെയ്യുന്നു വിചാരിക്കുക, അത് വ്യാഖ്യാനം പോലെ. അപ്പോൾ ഈ ദൈവത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞാൽ ഭാഗ്യത്തെ അറിയുന്ന ആളാണ്. ഇപ്പോൾ നിങ്ങൾ വന്നു, എൻ്റെ മുമ്പിൽ വന്നു, എൻ്റെ ഭാഗധേയം എന്താണെന്നുള്ള ചോദിച്ചാൽ ഞാൻ ഇത് വെച്ചുകൊണ്ട് ഓരോന്നും നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ എന്ന് പറയുന്നത് ദൈവത്തെ അറിയുന്നതാണ്. പൃച്ഛകൻ എന്ന് പറയുന്നത് അന്വേഷകനാണ്. എനിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു അന്വേഷണം എന്നുള്ളത്. ഈ അന്വേഷണത്തെ പിടിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ കാര്യം. അതിന് നിമിത്തം എന്ന് പറയുന്നൊരു അനുഭൂതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഏത് പ്രവചനം ചെയ്യുമ്പം ആ പ്രവചനം ചെയ്യുമ്പോൾ പല ഘടകങ്ങളെ ആശ്രയിച്ച് വേണം അതിൻ്റെ ഗുണദോഷങ്ങൾ പറയാൻ. അതാണ് അതിൻ്റെ ഒരു ഭാഗം. ഇപ്പോൾ ഞാൻ ഇത് പരിഹാരത്തിൻ്റെ മാധ്യമത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഇപ്പോൾ പിന്നെ ഒരു ജാതകം നമ്മുടെ മുമ്പിൽ എത്തിയിട്ട് കല്യാണം അപ്പോൾ അത് കൂടുതൽ പ്രായോഗിക വരുന്നോണ്ട് ആവശ്യമെടുക്കുന്നത്. ഇപ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെ ജാതകം നോക്കിയിട്ട് നമ്മുടെ ഈ പൊരുത്തങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ ഇത്ര പൊരുത്തങ്ങളില്ല, അല്ലെങ്കിൽ ഭാവസാമ്യമില്ല, അതിൽ ദശാസന്ധിയുണ്ട്, മറ്റുണ്ട്, അതുകൊണ്ട് ഇത് ഒരിക്കലും ചേർത്തുകൂടാന്ന് പറഞ്ഞിട്ട് വിട്ട ജാതകങ്ങൾ വിടാൻ ഉപയുക്തമായ ജാതകം ആയിക്കോട്ടെ. അങ്ങനെയുള്ള ജാതകത്തിൽ പെട്ടെന്ന് അവിചാരിതമായിട്ട് ഒരു നല്ല സന്തോഷകരമായ ഒരു നിമിത്തം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. ഏതെങ്കിലും ഒരു ദമ്പതികൾ കടന്നു വരുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇത് പറയുന്ന മറ്റൊരു ദമ്പതികൾ കടന്നു വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നു, കൈ പിടിക്കുന്നു, ഇത് ഈ രണ്ട് വ്യക്തികളെ ചേർത്ത് പിടിക്കുന്ന എന്തെങ്കിലും സന്തോഷകരമായ അനുഭവങ്ങൾ, അത് ശബ്ദങ്ങളെ കൊണ്ടായിക്കോട്ടെ, നമുക്ക് കാഴ്ചകളെ കൊണ്ടാവട്ടെ, ഏത് മേഖല ആകട്ടെ, അന്നേരം നമുക്ക് പറയാം ഈ ദോഷങ്ങൾക്ക് അവർക്ക് അനുഭവിക്കാൻ പ്രാപ്തിയില്ല, അതുകൊണ്ട് ഇത് ചേർത്തു എന്ന് പറയും. അതൊരു ജ്യോതിഷപ്രകാരം എന്താണെങ്കിലും നിമിത്തം എന്ന് പറയാം. ഞാൻ എന്താ പറയുക, നിമിത്തം എന്ന് പറയുന്നത് ആ നിമിത്ത ഘട്ടത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇത് നല്ല അനുകൂലമായിട്ടുള്ള നല്ല ഏറ്റവും നല്ല ശ്രേയസ്സായിട്ട് ദാമ്പത്യപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു ജാതകങ്ങളാണ് എന്ന് പറഞ്ഞെടുത്ത് പെട്ടെന്ന് ഇത് ഒരു വസ്തു വീട് ഒടയുന്നു, അല്ലെങ്കിൽ ഇതാവുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വിച്ഛേദിക്കുന്ന രൂപത്തിലുള്ള രണ്ട് പരസ്പര ബന്ധത്തെ വിച്ഛേദിക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ പറഞ്ഞ പോലെ ഇത് യോജിക്കുന്നുണ്ടെങ്കിലും ഇല്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇത് അത് ജാതക, ഗോള, നിമിത്ത, പ്രശ്ന, മുഹൂർത്ത, ഗണിതം എന്ന് പറയുന്ന 6 മേഖലകളെ സംയോജിച്ച് വേണം ഒരു സ്ഫുടബലം കിട്ടാൻ. അത് പ്രായേണ ഇതെല്ലാം ഒന്നിച്ച് വിശകലനം ചെയ്യണമെങ്കിൽ അതിന് വളരെ സമയം വേണം,
അതിനുള്ള സാമാന്യമായിട്ടുള്ള അതിനുള്ള ക്ഷമ വേണം, കാര്യങ്ങളൊക്കെ വേണം. ഒരു നല്ലൊരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞനെ പോലെയുള്ള ഒരു ജ്യോത്സ്യർക്ക് കുറച്ചും കൂടി നന്നായിട്ട് പ്രവചിക്കാനും പറയാൻ അല്ല, പ്രവചിക്കാൻ പറ്റുന്നതല്ല, അതിനെപ്പറ്റി പിന്നെ ശരിക്ക് ജ്യോത്സ്യർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചുറ്റുപാട് നടക്കുന്ന ചില സൂചനകളുണ്ടല്ലോ, ഇപ്പം നേരത്തെ പറഞ്ഞത്, അതിങ്ങനെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും അത് നമ്മുടെ ഫലപ്രവചനത്തിന് യോജിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതൊരു പോസിറ്റീവായ ഒരു കാര്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട്. അത് ഇപ്പം പിന്നെ ഞാൻ കേട്ട ഒരു പിന്നെ എഴുത്തച്ഛൻ, കണ്ടമത്തെ എഴുത്തച്ഛൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ പിന്നെ ശിഷ്യന്മാർ ധാരാളം ഈ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തളിപ്പറമ്പിൽ ഈ രാജരാജ ക്ഷേത്രത്തിൻ്റെ ഭക്തനാണ്. അപ്പോൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം ക്ഷേത്രത്തിൽ പോകും. അപ്പോൾ ആ പ്രദേശത്തുള്ള ഒരു സ്ത്രീ, പിന്നെ ആ സ്ത്രീയുടെ മകന് ഒരു വിവാഹത്തിൻ്റെ ആവശ്യത്തിന് ഇങ്ങനെ അന്വേഷണങ്ങൾ നടന്നു വരും. അപ്പോൾ ഏതെങ്കിലും കുറിപ്പോ കാര്യങ്ങളോ കിട്ടിയാൽ നേരെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത പോലെ. അപ്പോൾ അന്ന് ഇദ്ദേഹം പിന്നെ ആ സ്ത്രീ അവിടെ പോയപ്പോഴും അമ്പലത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. പക്ഷേ സ്ത്രീക്ക് വേറെ അത്യാവശ്യമായിട്ട് പോകേണ്ടത് കൊണ്ടത് ഇദ്ദേഹത്തെ വേഗം കാണും എന്നുള്ള തരത്തിൽ ക്ഷേത്രത്തിലേക്ക് തന്നെ പോയി. അതായത് എടുത്തച്ഛൻ വരുന്നതിന് മുമ്പേ തന്നെ നേരെ ഇതാക്കാൻ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പേ എന്നിട്ട് എന്താ പറയുക, ആടെ എതിരെ വരുന്നത് കാണുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇതിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. ചോദിച്ചു, എന്താ ചോദിച്ചോ, അല്ലാതെ ചിലക്ക് ഒരു ജാതകം കിട്ടിയിട്ടുണ്ട്, നോക്കുക അതങ്ങ് കൊണ്ടാവണം. അപ്പോൾ അന്ന് ഈ ഓലജാതകങ്ങളാണല്ലോ, ഇതുപോലെയുള്ള ഓലജാതകം. അദ്ദേഹം 2 സ്ത്രീയുടെയും പുരുഷൻ്റെ ജാതകങ്ങൾ മേടിച്ചിട്ട് ഇത് പരസ്പരം യോജിപ്പിച്ച് നോക്കി, ഇത് വെച്ച് നോക്കി. ആ ജാതകത്തെ പറ്റി വെച്ച് നോക്കിയിട്ട് കൃത്യം അളവ് എന്നിട്ട് നമുക്ക് അളവ് കൃത്യമില്ലേ, ശരി എടുത്തോ. പിന്നെ കേട്ട ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ ആ ബന്ധം നല്ല ദാമ്പത്യം വളരെ സുഖകരമായിട്ട് വളരെ ദീർഘിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഒന്ന് ഞാൻ ആലോചിക്കുന്നത് ചോദിച്ചാൽ അവിടെ ഒരു ദേവസ്ഥാനത്ത് വെച്ചിട്ടുള്ളത് ബന്ധമാണെന്നുള്ളതും ഇതിലത്തെ ദൈവികത്വവും പിന്നെ സാമാന്യം എല്ലാ അനുഭവം അതാ നിമിത്തം തന്നെ സാങ്കേതിക അതുകൊണ്ടാണിത് അദ്ദേഹം ഇത് നോക്കാൻ കൂടി നിന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാത് ഗോളം നിമിത്തം പ്രശ്നം മുഹൂർത്തം എന്ന് പറയുന്ന ഗണിതം ഇതൊക്കെ ചേരുന്നതിൽ ഈ നിമിത്തശാസ്ത്രത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അല്ല അതുകൊണ്ടാണ് ചില നിലപാടുകൾ നമ്മൾ ശാസ്ത്രമുഖേന കണ്ടെത്തി അത് ശരിയാണെന്ന് കണ്ടെടുത്ത് അതുപോലും നമുക്ക് ഇവരായിട്ട് വരുന്ന സാനുഭവങ്ങളെ കൂട്ടിയൊക്കെ അത് മറ്റൊരു സംശയം പിന്നെ നേരത്തെ എന്താ പറഞ്ഞു അതിന്റെ കൂടെ ഒരു ചൊവ്വന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പോൾ എങ്ങനെയാണ് ജോത്സ്യര് ചൊവ്വനെ കുറിച്ച് പ്രവചിക്കുന്നത്? കാരണം ചൊവ്വ ഇപ്പോൾ മനുഷ്യന്മാർ പോകാൻ നിൽക്കുന്നുണ്ട്, ചന്ദ്രനിലാണെന്ന് ഓൾറെഡി പോയി. നേരത്തെ പറഞ്ഞ കാലകത്വം കൊടുത്ത കുറേ ഗ്രഹങ്ങൾ ഇതൊക്കെ പെടുന്നതുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ ചൊവ്വ പലരും സ്ഥാനത്തും അസ്ഥാനത്തും വന്നിട്ട് കല്യാണം മുടങ്ങിപ്പോയ നമുക്ക് കുറെ കാലങ്ങളായി കേൾക്കുന്ന സംഭവമാണ്. ഇപ്പൊ എങ്ങനെയാണ് ഇത് പ്രവചിക്കുന്നത്? ജാതകധർമ്മത്തിൽ ഇപ്പോൾ ഒരു പുരുഷന്റെ ജാതകത്തിൽ 7 ഈ ചൊവ്വയുണ്ടെങ്കിൽ 7ാമത്തെ രാശിയാണ് സ്ത്രീയുടെ രാശിയായിട്ട് പറയാം. അവിടെ പിന്നെ ചൊവ്വ പോലെയുള്ള ഗ്രഹങ്ങൾ വന്നാൽ ഭാവിയെ സപ്തമക്കെ കളത്തര മരണം അഥവാ രോഗവും വിയോഗവും, അതായത് അതിൻ്റെ ശക്തിയാനുസാരം ഓരോ ഗ്രഹങ്ങൾക്ക് ശക്തി ഉണ്ടല്ലോ, ഉത്തമം മധ്യമം അധമം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാനശക്തിയുണ്ട്. അപ്പോൾ അതിൽ 7 ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പറയും ഇത് ഭാര്യാനാശ ലക്ഷണമുള്ളൊരു ജാതകമാണ്. അപ്പോൾ അതിൽ പ്രതിബന്ധപ്പെടുത്താൻ വേണമെങ്കിൽ അതുപോലെയുള്ള തന്നെ പുരുഷൻ അപകടത്തെ ചെയ്യുന്ന ദോഷമുള്ള ജാതകങ്ങൾ ചേർക്കണം. അത് ചൊവ്വക്ക് ചൊവ്വ എന്ന് പറഞ്ഞാൽ മറ്റൊരു ജാതകത്തിൽ ചൊവ്വ ദോഷമുള്ള ജാതകമാണെങ്കിൽ ചേർത്താൽ അത് നമ്മളിപ്പോൾ -+, പ്ലസ് എന്ന് പറയുന്ന പോലെ ഒരു കോമ്പിനേഷൻ വരും അത്. അപ്പോൾ ആ ഒരു തരത്തിലാണ് നമ്മൾ സാധാരണ ചേർക്കുക. അപ്പോൾ ഈ ചൊവ്വ 7-ൽ നിന്ന് അതുപോലെ സ്ത്രീക്ക് അത് അഷ്ടമത്തിലാണ് കണ്ടത്. 8-ലാണ് പുരുഷൻ്റെ ആയുസിനെ പറ്റി ചിന്തിക്കുക. സ്ത്രീയുടെ വൈദ്യം എന്ന് പറയുന്ന ദോഷം വരിക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഇത് ഈ ചൊവ്വ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പിന്നീട് അനുഭവങ്ങളെ കൊണ്ടാണ് നമ്മളിതിനെ ശരിയെന്ന് നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ചൊവ്വാദോഷമുള്ളൊരു ജാതകത്തിൽ ആ ദോഷമില്ലാത്ത ജാതകങ്ങൾ ചേർത്തെടുക്കുമ്പം അതിൽ ഭാര്യാനാശം വരികയോ അല്ലെങ്കിൽ പുരുഷനാശം വരുന്ന അവസ്ഥകൾ നമുക്ക് വന്നു ചേരുന്നുണ്ടെങ്കിൽ അത് ജാതകം നോക്കാതെ എന്ന് പറയാം. ഇതേ ദോഷങ്ങൾ നിലനിന്നുകൊണ്ട് ആ ജാതകം ദാമ്പത്യം വളരെയധികം ദൃഢമായിട്ട് നിന്നു എന്ന അനുഭവം കാണുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. അപ്പോൾ അനുഭവത്തിനെ കൂടി നമ്മൾ ഇതിൻ്റെ ശരി തെറ്റ് പറയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തുകൊണ്ട് ചൊവ്വ ഇതിൽ ദാമ്പത്യത്തിന് ദോഷകരമാണ് എന്നുള്ളത് ഈ പൂർവ്വ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ നിഗമനത്തെ നമുക്ക് പറയാമല്ലോ. ആത്മത്വം സാധുത്വം അങ്ങനെ അപ്പോൾ അവരെ നമ്മൾ വിശ്വസിച്ചോളൂ. അതാണെന്ന് ചിലത് പറഞ്ഞപ്പോൾ ഈ ഒരു ഇത് പറയുന്നുണ്ട്, ദിവാസൂര്യ നിശാചന്ദ്രേ ലഗ്നാദേകാദിശസ്ത്രീ കോടി ദോഷൻ വിനിശന്തി ഗാർഗസ്യ വചനം എന്നതാണ് പറയും. ഈ ഗർഗൻ എന്ന് പറയുന്ന മഹർഷിയുണ്ട്, ഗർഗ മഹർഷി, ഗർഗാചാര്യൻ. അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനമുണ്ട്. എന്ന് വെച്ചാൽ ഈ പകൽ ജനിച്ചാൽ പകൽ രാശിയിൽ ജനിച്ച വ്യക്തിക്ക് അദ്ദേഹം ജനിച്ച പിന്നെ ലഗ്നസമയത്തിൻ്റെ 11ാമത്തെ രാശിയിൽ ആദിത്യം നിൽക്കുന്നുണ്ടെങ്കിലോ
അല്ലെങ്കിൽ രാത്രി ജനിച്ച വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ രാത്രി ജനിച്ച വ്യക്തികളാണെങ്കിൽ അതിൻ്റെ 11 ചന്ദ്രൻ നിൽക്കുന്നുണ്ടെങ്കിലോ കോടി ദോഷം വിനിശന്തി, ഒരു കോടി ദോഷങ്ങൾ അതിന് സൂചനകളുണ്ടെങ്കിൽ അതൊന്നും ഫലപ്രദമല്ല, അതെല്ലാം അത് നശിപ്പിച്ച് അതിന് ഗുണം ചെയ്യുന്നതാണ്. ഇതെവിടെയാണ് ഇതിലൂടെ പറഞ്ഞത്? ആയുഷിൻ്റെ ആയുഷ് കലാശക്തിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഭാഗത്തിൽ ആ നിരൂപണത്തിലാണ് ഇത് പറഞ്ഞത് അദ്ദേഹം. അപ്പോൾ പറയണം തരയണം മറ്റെല്ലാത്തിനും നമ്മൾ സ്വീകരിക്കും. അപ്പോൾ അവിടെ പറഞ്ഞത് ഇപ്പോൾ ഈ അല്പായുസാണ് അല്ലെങ്കിൽ മധ്യമായുസാണ് ഇദ്ദേഹം വരെ ദീർഘകാലം നിൽക്കില്ല എന്ന് കണ്ട് ഏതൊക്കെ ഒരു ജാതക യോഗമുള്ള ജാതകത്തിൽ ഈ ഒരു അനുഭവം അവിടെ ഉണ്ടെങ്കിൽ ആ ദോഷം അദ്ദേഹത്തിന് ബാധിക്കില്ല, ഇതുകൊണ്ട് അദ്ദേഹം ദീർഘമായ ആയുസ് ജീവിക്കുന്നു പറഞ്ഞു. അപ്പോൾ അത് അനുഭവത്തിൽ കൂടെ അത് പലതും നമുക്ക് കാണുന്നുണ്ട്. സ്വന്തം ആയുസ്സിനെ, അതായത് അഷ്ടമം എന്ന് പറയുന്ന അതായത് ഒരു മനുഷ്യൻ്റെ ആയുസ് പിന്നെ ബലക്ഷയം ചെയ്യുന്ന ഒരു ജാതകത്തിൽ ദീർഘമായിട്ടുള്ള ആയുസ് അനുഭവിച്ചു ഇങ്ങനെയുള്ള യോഗങ്ങളെ നമുക്ക് ഒരാളെ ആയുസ് പ്രവചിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അത് എന്ത് ശാസ്ത്രീയ അത് പറയാം, അതിന് ആയുർദായം എന്ന് പറഞ്ഞിട്ടൊരു ഗണിതം തന്നെയുണ്ട്. അതാ പറഞ്ഞത് സൂചനകൾ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഒരു പിന്നെ ഉദാഹരണം പറയാം. ഇപ്പം എൻ്റെ ആയുസ് ഞാനൊരു 84 വയസ്സ് വരെ ജീവിക്കത്തേക്കാം, എൻ്റെ മൗമാണ്. ഒരു 84 വയസ്സ് വരെ ജീവിക്കണം എന്നുള്ളൊരു നിലപാട് എൻ്റെ ജാതകത്തിലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഭാര്യയുടെ ജാതകത്തിൻ്റെയോ എൻ്റെ മകൻ്റെയോ അല്ലെങ്കിൽ മകൻ്റെ ജാതകത്തിലോ ഒരു പക്ഷം വല്ല പിതൃസന്ധി മകൻ്റെ ജാതകത്തിലുണ്ടാവുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സന്ധി വരുന്ന ദോഷം വരിക, അത് ചിലപ്പോൾ എന്നെ ബാധിച്ചു വരും. കാരണം എൻ്റെ ഭരണം അവരുടെ ദുഃഖമാണ്, എൻ്റെ ഭരണത്തോടുകൂടി എനിക്കൊന്നുമില്ല, അതെൻ്റെ ആയുസിൻ്റെ ഒരു നിർണ്ണയമാണ്. ആ വഴിയിലെത്തുമെന്നുള്ളത് അറിയണ്ടേ, അത് അവരുടെ ഭാഗ്യമാണ്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ജാതകത്തിൽ ഇന്ന ഭാഗത്തിൽ പോകാമെന്ന് വിചാരിക്കാം. ഇവരുടെ ജാതകത്തിൽ, എൻ്റെ ഭാര്യയുടെ ജാതകത്തിൽ അതിനേക്കാളും ഒരു 10 സൗഭാഗ്യം അനുഭവിക്കണം എന്നുള്ള ശക്തി അതിലുണ്ടെങ്കിലോ, അല്ലെങ്കിൽ മക്കളുടെ ജാതകത്തിൽ കുറച്ച് ദീർഘകാലം മറ്റൻ്റെ അനുഭവം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഇതാണ്. ഞാൻ ഒരു വ്യക്തിപരമായ ചോദ്യം ചോദിച്ചോട്ടെ. പറയുന്നത് നമുക്ക് വേറെ ഒന്നും കൂടെ പറഞ്ഞില്ല. ഒരു പക്ഷേ ഇത് വ്യക്തികളായിട്ട് നമ്മൾ വന്ന് ജാതകം നോക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും സാവകാശമില്ല, ഇത് പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാർ അപ്പോൾ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു വിട്ടാൽ അപ്പോൾ ഇതെല്ലാം ഒരു ബിസിനസ് മെന്റാലിറ്റിയിൽ വല്ലാണ്ട് കടന്നു വരും. ഇപ്പോൾ മുമ്പുള്ളതെല്ലാം എൻ്റെ അച്ഛനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരുടെ കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ പോയി ഇരുന്നാൽ ആ കുടുംബത്തിലുള്ളവരുടെ ജാതകളൊക്കെ ചേർത്ത് ചിന്ത ചെയ്യണമെങ്കിൽ 2-3 ദിവസം അവിടെ താമസിച്ചിട്ട് അത് ചെയ്യാം. നോക്കണം, ഒരു വീട്ടിൽ കഴിഞ്ഞാൽ അവിടെ താമസിക്കും. എന്നിട്ട് അവിടെയുള്ള ഗൃഹനാഥൻ്റെയും ഭാര്യയുടെയും മക്കളുടെ എല്ലാം നോക്കി എല്ലാം കൂടെ അവരുടെ 3 ദിവസം കൊണ്ടാണ് ഇത് പറഞ്ഞു കൊടുക്കൽ. അതിലുള്ള ക്ഷമ അവർക്കുണ്ട്, പറഞ്ഞു കൊടുക്കാനുള്ള ഞാൻ ഇവർക്കുണ്ട്. ഞാൻ ഒരു അതായത് അനുമതിയോട് കൂടിയിട്ട് ഒരു വ്യക്തിപരമായ ചോദ്യമാണ് ചോദിക്കുന്നത്. ജ്യോത്സ്യരുടെ ഭാവിയെ കുറിച്ചിട്ട് ഇങ്ങനെ നോക്കാറുണ്ടോ, കാണാറുണ്ടോ ജാതകം? അങ്ങനെ അല്ല, കാരണം നമ്മളിപ്പോൾ സമൂഹത്തിന് വിവിധ തട്ടിലുള്ള ആളുകളെ കുറിച്ചല്ല പറയുന്നത്, പ്രവചിക്കുന്നത്. ജ്യോത്സ്യരെ കുറിച്ച് അങ്ങനെ ഒരു വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 അങ്ങനെ നോക്കാറുണ്ടോ? അപ്പോൾ എനിക്ക് തുറന്ന് പറയുന്നത് മടിയില്ല, എനിക്ക് ജാതകമില്ല, ഞാൻ ഗണിച്ചെഴുതിയ ജാതകമില്ലാതെ ഉള്ളൂ. നക്ഷത്രം, സമയം, ഗ്രഹനില എല്ലാം ബൈഹാർട്ടായതുകൊണ്ട് അത് വേണ്ട എന്നുള്ളതാണ് മറ്റൊന്ന്. പിന്നെ ഇതിനെ നിരീക്ഷണം ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല. അല്ല, ചോദ്യം ആവശ്യമാണ്. ശ്രമിക്കാറില്ല. കാരണം ഈ നിത്യം ഗ്രഹപൂജ ചെയ്യുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുള്ളത് കൊണ്ട് എല്ലാ ഗ്രഹങ്ങളും എന്നെ സ്വാധീനിക്കുന്നു, സന്തോഷിപ്പിക്കുന്നുള്ള വിശ്വാസത്തിൽ പോകുന്നുണ്ട്. പിന്നെ ഈ അറിഞ്ഞ് ഈ മനോവിഷമത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് പ്രയാസം, എൻ്റെ ഭാര്യ പോലും ചിലപ്പോൾ പറയുന്നുണ്ട്, എന്തെങ്കിലും ഞാൻ ചെറിയൊരു ആക്സിഡൻറ്റിൽ വന്ന് കൈ പൊട്ടിയാലും കണ്ടു, നിങ്ങൾക്ക് ഇത് നേരത്തെ മനസ്സിലാക്കി അപ്പോൾ പിന്നെ അങ്ങനെ കേൾക്കും. അപ്പോൾ അതുപോലെ അതല്ല വന്നിട്ട് ഞാൻ എന്നിട്ട് ഉത്തരം കൊടുത്തത് ഞാൻ അതും അത് ജോസഫ് പറഞ്ഞതുകൊണ്ട് അതങ്ങനെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. ചില ഘടകങ്ങളിൽ എനിക്ക് വന്നതില്ല. ഏഴര ശനി എന്ന് പറയുന്ന ഒരു ശനിദോഷക്കാരാണ്. ഇപ്പോൾ ഈ ഒരു 1.5 വർഷത്തിന് പ്രായം ഈ സംഭവം ഉണ്ട്. അപ്പോൾ ശനിയാണിത് 12 ഏഴര ശനിയുടെ 12 നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പാപം പെയ്യൻ ചപ്പാത്തനം വീഴ്ച വരുന്നുള്ളത് സാമാന്യന ആ സമയത്ത് ഉള്ള ഇതുമുണ്ട്. പക്ഷേ ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ പരമാവധി ഞാനിപ്പോൾ എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പരമാവധി എൻ്റെ ഒരു ഇപ്പോൾ ആകസ്മികമായിട്ട് വന്നു പോയതാണ്. ഞാനിപ്പോൾ കുടകിൽ അവിടെ ഒരു ദേവപ്രസവത്തിൻ്റെ ആവശ്യത്തിന് പോയാലും അവിടെ താമസിക്കുന്നിടത്ത് രാത്രി പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോയതാണ്. പക്ഷേ നിത്യം പോയി പരിചയമുള്ള സ്ഥലമല്ല.
അപ്പോൾ അവിടെ എന്തോ ഒരു സ്റ്റെപ്പ് എനിക്ക് അങ്ങനെ തോന്നി, എൻ്റെ ഇതിലുണ്ട് കണ്ണട വെക്കാത്തതുകൊണ്ട് സ്റ്റെപ്പ് തോന്നി, ഞാൻ കാല് കുറച്ച് നീന്തി വെച്ചു, അതൊക്കെ വഴുതി പോയി വീണു. പക്ഷേ ഇത് കൈ കുത്തിയത് കൊണ്ട് എനിക്ക് കൈ കുത്തിയതിൽ അപകടം ഉണ്ടായില്ലോ, 2 മാസത്തെ ഒരു വിഷം ഉണ്ടായി. അതേ സന്ദർഭത്തിൽ അവിടെ ഈ ക്ലോസറ്റ് ഉണ്ടായിരുന്നു, മറ്റേ ബേസിൻ ഉണ്ടായിരുന്നു, വലിയൊരു അപകടം തലയെ മറ്റേ വെച്ചടിച്ചിട്ടുണ്ടെങ്കിൽ വിഷയം വേറുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറിയ അപകടം വന്നതുകൊണ്ട് ഞാൻ എൻ്റെ നേരത്തെ ഭാര്യയോട് പറഞ്ഞ പോലെ ആശ്വാസിച്ചാണ്, അത് എൻ്റെ തലയാണത് ബന്ധപ്പെട്ടില്ല, അത് നിങ്ങളുടെ ഭാഗ്യമായിരിക്കും അതങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പ്രായണ ഇല്ലെന്ന് നമുക്ക് മുമ്പേ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞാലും അതെല്ലാവരും ശ്രദ്ധിക്കണം എന്നില്ല. ചിലത് ഈ ദൃഢാദൃഢം എന്ന് പറയും, ചില ഫലങ്ങൾ ദൃഢമാണ്, ചിലത് അദൃഢമാണ്. അത് ഈ അദൃഢമാവുന്നത് എപ്പോഴും അതിനെ മനസ്സിലാക്കി സാങ്കേതികമായിട്ട് മനസ്സിലാക്കുകയും അതിനുവേണ്ടി ആ അനുസരിച്ച് പ്രവർത്തിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അദൃഢമായിട്ടുള്ളൂ. ഈ ദൃഢം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ശരിക്ക് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാലും ചിലപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപകടമായാലും ആപത്തായാലും നമുക്കത് വന്നു ചേരുന്നു പറയും. ഇപ്പോൾ വരാഹ മിഹിരൻ എന്ന് പറയുന്നത്, മിഹിരൻ എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ്. വരാഹം എന്നുള്ളത് അതിൻ്റെ വിശേഷം കിട്ടുക എന്താ വെച്ചാൽ, അദ്ദേഹം ഒരു പ്രവചനം നടത്തി അന്നത്തെ അവിടുത്തെ രാജാവിൻ്റെ ആ മകൻ്റെ ജാതകം നോക്കിയിട്ട് പറഞ്ഞു, ഈ കുട്ടി ഒരു അദ്ദേഹത്തിന് വരാഹം എന്ന് പറഞ്ഞാൽ പന്നി മുതൽ ആക്രമിക്കപ്പെട്ട് മരിക്കുന്നുള്ളതാണ്, ഒരു വയസ്സിനുള്ളിൽ സംഭവിക്കുന്നുള്ളതാണ്. അപ്പോൾ അത് ഇദ്ദേഹം ചെയ്ത രാജാവല്ലേ, അദ്ദേഹം ഈ കുട്ടിക്ക് ഒരു വയസ്സാവുന്നത് വരെ ഒരു തരത്തിലും പ്രതിരാധികളോ ആരും ഒരു ചെറിയൊരു ഉറുമ്പ് പോലും പ്രവേശിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സംരക്ഷണത്തിലും കാര്യത്തിലൊക്കെ നിലനിർത്തിക്കൊണ്ട് പോയിതാണ്. ഏകദേശം അദ്ദേഹം പറഞ്ഞ സമയമാകുമ്പോൾ അവിടെ ഒരു പന്നിയുടെ തലയൊട്ടി ഉണ്ടായിരുന്നു, കൊമ്പും മറ്റെല്ലാം തലയൊട്ടി അടി ഉണ്ടായിരുന്നു. അത് ചോദിച്ചതാണ്, അത് അടർന്ന് വീട്ട് കുട്ടിയുടെ മുകളിൽ വിട്ട് മരിച്ചതാണ്. അപ്പോൾ അത് നോക്കത് ദൃഢം, അത് നമ്മൾ എത്ര സംരക്ഷണം ചെയ്തിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടും ഓരോ ഇത് വരുന്നതും അപ്പോൾ അതാണ് ദൃഢാദൃഢം എന്ന് പറഞ്ഞ ചില ഫലങ്ങളുണ്ട്. അത് നമ്മൾ എന്ത് പരിഹാരം ചെയ്താലും നമുക്ക് ഈ പരിഹാരം ചെയ്യുന്നതിനെ കുറിച്ച് ഈ പരിഹാരം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജ്യോത്സ്യന്മാർ പോകുന്നത് പലരും അവരെ ജീവിതത്തിലുണ്ടാകുന്ന പല ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത്. ഇവർക്ക് ചില ജ്യോത്സ്യന്മാർ പരിഹാരക്രിയ എന്ന് പറയുന്ന വലിയൊരു ചാർത്തും ഭീമമായ തുക അതിന് ചെലവഴിക്കേണ്ടതായ വലിയൊരു ലിസ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ അമ്പലങ്ങളിൽ വഴിപാടായിട്ടായിരിക്കും, ചിലപ്പോൾ അത് മറ്റ് വ്യക്തികളിലേക്കായിരിക്കും പല ക്രിയകളും ചെയ്യാമെന്ന്. ഇതിനെക്കുറിച്ച് ജ്യോത്സ്യരുടെ ഒരു സത്യസന്ധമായ അഭിപ്രായം എന്താണ്? അത് നമ്മൾ ഈ ഫലശാസ്ത്ര നിയമപ്രകാരം ഈ പരിഹാര വിധിക്കൊരു പ്രത്യേക പദ്ധതി തന്നെ പറയുന്നുണ്ട്. അത് ഏത് ദോഷങ്ങൾ കണ്ടാലും അല്ലെങ്കിൽ ഏത് ഗുണങ്ങൾ ആവശ്യമായിട്ട് വന്നാലും ദേവ്യർവാ ധർമ്മദേവേ പണിപിതൃ ഗുരുഭ്യ ബ്രാഹ്മണേഹി പ്രേതഭൂതേഹി പീഡായസ്യൽ തഥാസാ തദനുഭവതിയാ ദുർഭവാ വദ്ഭവാവ എന്നിട്ടോ യാസ്യൽ ഭൂയോ വിശോത്ത പുനരികരിവിദ്യ കൃതാസാചതാ സംഹേതുശ്ചാപി ക്രമേണ പ്രതിവിധിരഭിജ പ്രോച്യതേ. പ്രതിവിധിരഭിജ പ്രോച്യതേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണുന്ന ദോഷങ്ങളെ പരിഹരിക്കാൻ ഇത്തരത്തിലുള്ള ചില പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കുന്നത് ശാസ്ത്രനിയമം ഈ ശാസ്ത്രനിയമത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ദേവപ്രാർത്ഥന ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ പയ്യന്നൂർ എന്ന ദേശത്ത് വഹിക്കുന്നതാണ്. പയ്യന്നൂർ ദേവത എന്ന് പറഞ്ഞത് സുബ്രഹ്മണ്യനാണ്. അപ്പോൾ ആ സുബ്രഹ്മണ്യനെ ഭജിക്കാനുള്ള അവസരം ഈ ചില ദോഷത്തെ പരിഹാരത്തിൽ നമുക്ക് നിശ്ചയിക്കേണ്ടി വരും. അതുപോലെ തന്നെ ധർമ്മദേവി ഓരോ കുടുംബങ്ങൾക്ക് ഓരോ ക്ഷേത്രങ്ങളുണ്ട്. ഭൂതാരാധന സ്വഭാവത്തിലുള്ള ദേവതകളുടെ ചാവണ്ടുകളായിട്ടും ഭഗവതിമാരായിട്ടും കാര്യങ്ങളായിട്ടുള്ള അവരെ ഉപാസിക്കുക എന്നുള്ളൊരു നിയമം. ദേവീയോപാസന പണി നാഗങ്ങളെ ഉപാസിക്കുക. ചിലപ്പോൾ ഈ പുത്രസമ്പത്ത്, ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ചില സന്താനാനുഭവങ്ങൾക്ക് കാര്യത്തിൽ ചില നാഗപൂജകൾ രാഹുദശ പോലെയുള്ളത്, അപ്പോൾ അത് ആരാധിക്കുക എന്നുള്ള ഒരു സ്വഭാവമുണ്ട്. പിന്നെ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള വ്യക്തികളുടെ അവരുടെ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന വാവ് മുതലായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത്, ഗുരുക്കന്മാരെ പൂജിക്കുന്ന ഗുരുപൂജ എന്നുള്ളത്. അതുപോലെ തന്നെ പ്രേതഭൂതേഹി പ്രേതങ്ങൾ പോലും നമുക്ക് ആരാധ്യരാണ്. നമ്മുടെ ശ്രേയസിൻ്റെ അനുഭവത്തിനും അവർക്ക് എന്തെങ്കിലും അനിഷ്ടതകളുണ്ടെങ്കിൽ പ്രേതകർത്താക്കൾ എന്ന് പറഞ്ഞാൽ മോക്ഷം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു നിൽക്കുന്നവരെയാണ് പ്രേതകർത്താക്കൾ എന്ന് പറയാം, മറ്റു പിതൃക്കളാണ് ബാക്കിയുള്ളവർ. അപ്പോൾ അവരും പോലും നമ്മളെ സ്വാധീനിച്ച് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ സമ്പത്തിനെയും കാര്യത്തിന് വരെ പ്രതികൂലമായിട്ട് വരുന്നതാണ് ഈ നിയമങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനെ ഉപാസിക്കേണ്ടത്. അതുകൊണ്ടാണ് ചില പ്രേതാവാഹനം ചെയ്യണം, മറ്റൊരു ചെയ്യണം. പക്ഷേ നിങ്ങൾ പറഞ്ഞെടുത്ത്
ഇത് വളരെയധികം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഈ പ്രതിവിധികൾ ഇപ്പോൾ നമുക്ക് ദേവപൂജകൾ ചെയ്യാന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ ചില വഴിപാടുകൾ നിശ്ചയിക്കുന്നുണ്ട്. ഒരു മിനിമം ലെവലിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ആരാധനാലയത്തിൽ വളരെ ചെറിയ പൂജകളൊക്കെ ഉണ്ടാകുന്നില്ല. അവിടെ ഇപ്പം ഓൾറെഡി ഇപ്പോൾ ഒരാൾക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാൾ വന്നിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് അതിനേക്കാളും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചില പരിഹാര ക്രിയകളൊക്കെ ചിലതൊക്കെ എഴുതി കൊടുക്കുക. അത് ചെയ്യുന്നത് നമ്മുടെ സ്വാധീനത്തിലുള്ള പരിഹാരങ്ങളെ നമുക്ക് ആവുള്ളൂ. ഈ നമുക്ക് മുമ്പോട്ടുള്ള ഉദ്ദേശങ്ങൾക്കുള്ള ഒരു ഭാഗ്യത്തിന് വേണ്ടി ഒരു ശ്രേയസ്സിന് വേണ്ടിയാണെങ്കിൽ ഈ പിന്നെ നമുക്ക് നമ്മുടെ ശക്തിയാനുസാരമുള്ള പൂജകൾ, പക്ഷെ അത് ഏത് ദേവതയാണോ അല്ലെങ്കിൽ ഏത് ദേവിയാണോ ഏത് വ്യക്തികളെയാണോ നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി നമ്മുടെ ശക്തിയാനുസാരം ചെയ്യാം. പക്ഷേ ചില പരിഹാര പ്രതിവിധികൾ വരുമ്പോൾ അത് ചില കടത്തിനനുസരിച്ച് ഇപ്പം ഞാൻ പറയുന്നു എനിക്കൊരു മാരകമായൊരു അസ്വാസ്ഥ്യം വന്നു, അതിന് വലിയൊരു ചികിത്സ വേണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്കതിൽ സാമ്പത്തികമായ സാധ്യതയില്ലെങ്കിൽ നമ്മൾ എന്തായാലും ചികിത്സ മുടക്കൂലല്ലോ. ഇവർ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇതിനൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു ചെറിയൊരു അസ്വസ്ഥത ഉള്ളതുകൊണ്ട് ഏകദേശം 35 ലക്ഷം മറ്റാണ് ഡോക്ടറിൻ്റെ ചികിത്സ എന്തോ ഒരു ഇതാക്കാൻ വേണ്ടി അതിനുവേണ്ടി ഇപ്പോൾ ഒരു ഇത് നടത്തുന്നുണ്ട്. അല്ല, ആ 35 ലക്ഷം അവർ പിന്നെ രക്ഷിതാക്കൾ അതിന് ശക്തരല്ല, വലിയ സാമ്പത്തികപരമായിട്ട് ബാധ്യതയില്ല. എന്നാലും ആ കുട്ടിയില്ല നമുക്ക് രക്ഷിക്കണ്ടേ. ഇപ്പോൾ അനാഥമായിട്ട് ഏതോ ദേശത്ത് നിന്ന് വന്ന ഒരു 13 വയസ്സുകാരിയെ എത്ര ദിവസത്തെ ചെലവേരാതെ അല്ല, അതൊരു മനുഷ്യധർമ്മത്തിൻ്റെ പേരില്ല. അപ്പോൾ അവിടെ നമ്മൾ ചിലവോ ബാധ്യതയോ കാര്യമല്ല അവിടെ സമൂഹത്തിൽ. പക്ഷെ അതല്ലാതെ ചെയ്യുന്ന ചില ദോഷങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്തുണ്ട്. അത് ചെയ്തേ പാടുള്ളൂ, അത് അങ്ങനെ ചെയ്യണം. അതിനും നമുക്ക് പോംവഴികൾ വല്ല തരത്തിൽ നമ്മുടെ ശക്തിയാനുസാരം വേറെ തരത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നതാണ്. കുറേയൊക്കെ നമുക്ക് കാര്യഭൂതകൾ ചെയ്യേണ്ടത് ഇപ്പോൾ പൂർവ്വശാപം കൊണ്ടും മറ്റുള്ളത് കൊണ്ടും കാര്യങ്ങളെ കൊണ്ടും അത് പിന്നെ ഇന്ന് ദോഷം തീർക്കണമെങ്കിൽ ഇത് ബ്രാഹ്മണ സന്തർപ്പണ പൂജ ഒരു 10-12 ആൾക്കാരുടെ കാലുകളിൽ ചൂട്ട് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഭഗവതി സേവാ കാര്യങ്ങൾ ഇത്ര ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം എന്നൊക്കെ ലക്ഷക്കണക്കിനുള്ള ചില പൂജകളും കാര്യങ്ങളും മരണ പൂജകളും കാര്യങ്ങളൊക്കെ പറയും. അതൊക്കെ കുറേയൊക്കെ ദൈവാധീന സ്വാധീനം കൊണ്ട് ഈശ്വരപ്രാർത്ഥന കൊണ്ട് കുറേയൊക്കെ പരിഹരിച്ച് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്ര ചുരുക്കി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ആ വഴിയും നമുക്ക് നിർണ്ണയിക്കാനുണ്ട്. പക്ഷേ ഇതാണ് വേഗം അവർക്ക് അനുഭവത്തിന് വരിക. അത് ഒരു അച്ഛന് മോക്ഷം വേണം, അപ്പോൾ മോക്ഷത്തിന് വേണ്ടിയിട്ട് എന്ത് പ്രവർത്തിക്കണം എന്ന് അവർക്ക് വന്ന് അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ജ്യോത്സ്യർ പറഞ്ഞു ഇദ്ദേഹത്തിന് വേഗം ഇന്ന പൂജകളൊക്കെ ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ട് അയക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അതിൻ്റെ ചാർട്ടെല്ലാം വാങ്ങിച്ചിട്ട് ദൈവത്തെ നിർദ്ദേശിച്ച ഒരു മന്ത്രവാദിയെ പോയിട്ട് അദ്ദേഹം കണ്ടു. അപ്പോൾ കണ്ടപാട് അദ്ദേഹം പറഞ്ഞത് ഇതിനൊക്കെ കുടിയിൽ ഒരു 30,000 റുപ്യ ഇതിനാവശ്യമുണ്ടാകും പറഞ്ഞു. അപ്പോൾ 30,000 റുപ്യ ഇതെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇയാൾ തലകുറിച്ച് പറഞ്ഞു, ഇപ്പം ഒന്നും നിർത്തിയില്ലല്ലോ ജ്യോത്സ്യരെ എല്ലാം മന്ത്രവാദി പറഞ്ഞു, ഞാനൊരു 10,000 തരാം, നിങ്ങൾ എങ്ങനെയെങ്കിലും എത്താവുന്നത്ര എത്തിക്കുക, ബാക്കി ഞാൻ പോകുമ്പോൾ കൊണ്ടുപോയിക്കോളും. അച്ഛന് പരിഹാസം തോന്നുന്നതല്ല, അല്ല അത്രത്തോളം മനുഷ്യന്മാരിത് പറയുന്നത് ചെയ്യണമായിരിക്കും. ഇതിൽ അച്ഛന് മോട്ടം കൊടുക്കണമെന്നല്ല, ഇത്രയും ബാധ്യത വന്ന് എന്ത് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി ഇതാണ്. അല്ല അങ്ങനെ നമ്മളിപ്പോൾ ഈ ശാസ്ത്രത്തെയും അല്ലെങ്കിൽ ഇതിൻ്റെ നിയമങ്ങളെയും പരിഹസിക്കപ്പെടുന്നൊരു സമൂഹമുണ്ട്. അതെല്ലാ പുഴുക്കുത്തുകളും എല്ലാത്തിലും ഉണ്ട്, അത് ഈ ശാസ്ത്രത്തിലുണ്ട്. പിന്നെ ഒന്ന് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ല, എൻ്റെ പേര് നിങ്ങൾ എന്നോട് ചോദിച്ചു എന്താ നിങ്ങൾ അറിയരുത്, ഞാനൊരു ബോർഡ് വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ എൻ്റെ അനുജന്മാർ 3 പേര് വേറെ പ്രവർത്തിക്കുന്നുണ്ട്, അവരുടെ ആരോ ഒരു പേരും ഇവിടെ കാണില്ല. പഞ്ചാംഗത്തിൽ പോലും ഇപ്പം എന്താ ഞങ്ങൾ അച്ഛൻ്റെ പേരാണ് പാരമ്പര്യം നമ്മൾ അനുഷ്ഠിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഗുണമോ ദോഷമോ വന്നാൽ ഈ പേരെല്ലാം പോകും. അപ്പോൾ അച്ഛൻ ഫോട്ടോ അതിലേക്കേ പോകുള്ളൂ, ഞങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ചിലവർ ഈ പത്രപരസ്യങ്ങൾ കാര്യങ്ങൾ ധനാകർഷണ യന്ത്രം മറ്റുള്ളത് അത് ഇതെല്ലാം പറഞ്ഞിട്ട് കുറേയൊക്കെ ഇതിനെ വ്യഭിചരിപ്പിക്കുന്ന ചില ഇതുണ്ട്. ഹർത്താൽ ഇവിടെ ഇപ്പോൾ നമ്മളിതിപ്പോൾ പിന്നെ ഹരീഷ് എൻ്റെ അടുത്തൊരു കാര്യത്തിൽ ജാതകം നോക്കി കാര്യങ്ങളാക്കിയിട്ട് ഞാൻ പറഞ്ഞത് അന്നേരം അത് പിന്നെ അതെല്ലാം ഭാവിയിലൊക്കെ വരുന്ന കാര്യമായിരിക്കും. അത് വിശ്വസിച്ചിട്ട് എന്നെ സന്തോഷിപ്പിച്ച് നിങ്ങൾ പോയി 1-2 കൊല്ലം കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും നിങ്ങൾക്ക് അത് വളരെ അനുകൂലമായിട്ട് വന്ന കാര്യമല്ലേ, നിങ്ങൾ വേറെ എന്തൊരു കാര്യത്തിൽ വേഗം എന്നെ സമീപിക്കില്ലേ? അല്ല അതന്നല്ല എൻ്റെ ദക്ഷിണയും എൻ്റെ പ്രശസ്തി അതേ ഞങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചുള്ളൂ. പക്ഷേ ഇതിലുണ്ട്. പക്ഷെ അതുകൊണ്ടത് ശാസ്ത്രം എവിടെയും തെറ്റുന്നില്ല, ശാസ്ത്ര വിശകലനം പലപ്പോഴും തെറ്റാണ്. അതാണ് ഇതിൻ്റെ അടുത്ത വിശകലനം ചെയ്യുന്ന അറിവിൻ്റെ പര്യാപ്തത കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ഒരു നമുക്ക് ഒരു ബിസിനസ്സായി എടുക്കും. ഇതിപ്പോൾ ഇപ്പം നമുക്ക് ഓരോ സ്ഥലത്തും ബോർഡുകൾ കാണാം, ഓരോ സ്ഥലത്തും എല്ലാവരും ജ്യോതിഷരാണ്. പക്ഷേ ഇതൊരു ബിസിനസ്സായി കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ടോ? ഇത്
ഉണ്ട്, അല്ല ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇത് ഈ കലിധർമ്മത്തിൽ ഏത് ശാസ്ത്രം പിന്നെ കാര്യമായ മുതൽ മുടക്കൊന്നും ഇല്ലാത്തൊരു, കാരണം വെച്ചാൽ ഇതിന് ബോർഡും കാരണം അല്പജ്ഞാനവും ഉണ്ടായിക്കഴിഞ്ഞാൽ സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുക അല്ലെങ്കിൽ ചൂഷണം ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് ഇതെടുക്കുന്ന ചില കള്ളനാണയങ്ങൾ ആകെയുള്ള ചെലവ് ഒരു നുള്ള ഭസ്മവും ഒരു ഉരുള ചന്ദനവും ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലായി. ഒന്നുമില്ല, വേറെ ഉപാധി ഒന്നും ചെയ്യാനില്ലേ. അത്രത്തോളം അല്ല പറയുന്നത്. പിന്നെ മാത്രമല്ല, വേണ്ടത്ര ആഡംബരമായി ജീവിക്കാനുള്ള ഭൗതിക സമ്പത്ത് ഇതൊക്കെ ഇന്നത്തെ ജനതയെ അത് വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു കാറോ ഒരു നല്ല വീടോ ഇല്ലാത്ത ഒരു ഞാൻ ചെറിയ പ്രായത്തിലുള്ള പറയുന്നില്ല, ഞാൻ എൻ്റെ പ്രായം നോക്കട്ടെ, നോക്കി ആരാ ഉള്ളത്. ഒരു ജ്യോതിഷ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞ ഒരു 8-10 വർഷത്തിനുള്ളിൽ ആൾ വളരെ സമ്പന്നനായി. ഞാൻ വളരെ കാലഘട്ടം 50-60 കാലഘട്ടം വരെ ജീവിച്ചിട്ടും എനിക്ക് സാമ്പത്തികമായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഈ പ്രവചനത്തിന്റെ പ്രതിഫലം കൂടിയൊന്നുകൊണ്ടാണോ, അതല്ല ഇതിനോട് സമാന്തരമായിട്ട് പരിഹാര ക്രിയക്കുള്ള ഒരു പ്രതിഫലം കൂടിയാൽ അതിലുണ്ടാവുന്നൊരു പരിമിതി പ്രത്യേകമുണ്ട്. ആ പ്രതിഫലം ജ്യോതിഷരുടെ കാഴ്ചപ്പാടിൽ ഇത് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് സമ്പന്നരാവുന്നത് കുറേയൊക്കെ ഇത് ഉപയോഗപ്പെടുത്തി ആ സമ്പന്നത സൃഷ്ടിക്കുന്നുണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് കുറേ കൂടെ മനുഷ്യരെ നമ്മളിപ്പോൾ ഹരീഷൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ശനിദോഷമുണ്ട്, അപ്പോൾ നല്ലൊരു ശരിജപം, നല്ല ശരിഗ്രഹ പൂജ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ആപത്ത് വരും, ഇങ്ങനെ ഒരു ആപത്ത് വരും, മറ്റേത് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ അസമാധാനം കൊണ്ട് വന്നതിന് കുറേയും കൂടെ വെൽപ്പിച്ച് അതിന് കുറച്ചുകൂടെ തീ കൊടുത്തിക്കൊണ്ട് അത് വെൽപ്പിച്ച് ഇന്ന പരിഹാരക്രിയ ചെയ്തില്ലെങ്കിൽ ഇന്നതാകുന്ന ഭയപ്പെടുത്തുന്ന ചില ഭയപ്പെട്ടു പോകുമല്ലോ, ഭയപ്പെട്ടു പോവും. അതല്ല അങ്ങനെ വരുന്നുണ്ട്, പിന്നെ ഇല്ലാന്നല്ല അത്. പിന്നെ അത് പിന്നെ ദേശസത്യം, അതിന് ശാസ്ത്രസത്യം. കാരണം അത് ഇന്ന് ഉള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ടല്ല ഞാനിപ്പോൾ പറയാം, ഇവിടെ ഞാനെല്ലാം ഇപ്പം ഹൈസ്കൂൾ പഠനകാലത്ത് ഞാൻ ഇതെല്ലാം പഠിക്കാൻ തുടങ്ങി. ഇതിന് സിദ്ധരൂപം, ഇതിന് ഒരു ജ്യോതിഷം പഠിക്കണമെങ്കിൽ അതിന് ഒരു 10 കൊല്ലമെങ്കിലും വേണമെങ്കിൽ 6 കൊല്ലവും സംസ്കൃതജ്ഞാനത്തിനാണ് പോവുക. സംസ്കൃത പഠനത്തിൻ്റെ അതിൻ്റെ വ്യാകരണം മലങ്കാര് കാര്യങ്ങളൊക്കെ അത് വന്നു കഴിഞ്ഞാൽ ജ്യോതിഷം പഠിക്കൽ ഇപ്പോൾ 1-2 ഒരു പിന്നെ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ഞാനൊരു 10 ശ്ലോകം പഠിച്ചാൽ 300 ശ്ലോകം ഞാൻ അർത്ഥാക്കണം. ഈ 10 ശ്ലോകത്തിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഇവർ ക്ലാസ്സിൽ നമുക്കൊരു കണക്ക് ഒരു കൂട്ടലോ കണക്കലോ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹോംവർക്കായിട്ട് 1 കൊടുക്കുള്ളൂ. അതിനെ കൊണ്ട് എത്ര ഹോംവർക്ക് പിന്നെ കൊണ്ട് എത്ര ഉത്തരം കണ്ടെത്തണം, എത്ര കണക്കുകൾ പഠിക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ ഇപ്പോൾ അതല്ലല്ല. ഇപ്പോൾ 2 കൊല്ലം കൊണ്ട് ജ്യോതിഷരായില്ലേ, അവർക്ക് ബേസ് ചെയ്ത് സംസ്കൃത ബേസില്ല. സംസ്കൃതമായിട്ടും മറ്റേ പിന്നെ മാത്രമല്ല പൊതുവിജ്ഞാനം കുറച്ചധികം ഇതിൽ വേണം. അപ്പോൾ സാങ്കേതികമായിട്ടെന്ന് വിചാരിച്ചാൽ ദേശത്തുള്ള നടപടികൾ, നിലപാടുകൾ, കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടെല്ലാം ഇടപെടലുകൾ കാര്യങ്ങളൊക്കെ കൊണ്ട് കുറേ സ്വാധീനങ്ങൾ അങ്ങനെ വരാനുണ്ട്. അപ്പോൾ കാലക്രമേണ ജ്യോതിഷരാവുള്ളൂ. അപ്പോൾ പിന്നെ അതില്ല. അതുകൊണ്ടാണ് ഈ എന്തെല്ലാം ഇത് പറയുന്നത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പുഴുപ്പത്ത് പറഞ്ഞ പോലെ ഈ ശാസ്ത്രത്തിന് കുറച്ചതൊരു മാർഗത്വം വരുന്നത് അല്ല. അത് ആക്ഷേപിക്കുന്നതല്ല, വളരെ സത്യസന്ധമായിട്ട് നല്ല നിലയിൽ ഇത് ശാസ്ത്രം കൈകാര്യം ചെയ്യണം എന്നുള്ള ഒട്ടനവധി പേരുണ്ട്. പലരും നമുക്കറിയാം, നല്ല നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഈ അനുഷ്ഠാനങ്ങൾ വളരെയധികം വലിയൊരു ബലാണ് ഈ അനുഷ്ഠാനം. അത് പിന്നെ രാവിലെ എഴുന്നേറ്റ് ഇത്ര സമയത്ത് എഴുന്നേൽക്കണം, ഇന്ന പോലെ പിന്നെ നിഷ്ഠകൾ കാര്യങ്ങൾ ചെയ്യണം, പൊടി മുതലായ കാര്യങ്ങൾ, പിന്നെ ജലതർപ്പണം മുതലായ കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ ദൈവജ്ഞ കർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അനുഷ്ഠിക്കുന്നവരൊക്കെ ഉണ്ട്. ഇതിപ്പോൾ 24 മണിക്കൂറും നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഉച്ചവരെ നമ്മൾ ജാതകം മറ്റേ നോക്കാം. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വരെ പറഞ്ഞേ പിന്നെ നമ്മളിപ്പോൾ പൊതുവെ പുറത്ത് പോയത് ഈ അഷ്ടമംഗല പ്രശ്നം അല്ലെങ്കിൽ ഇത് വരുന്നില്ല, സ്വർണ്ണ പ്രശ്നമൊക്കെ പറഞ്ഞത് അത് ചിലപ്പോൾ നമുക്ക് ക്ഷേത്ര പദ്ധതിയിൽ നമുക്ക് വൈകുന്നേരം വരെയൊക്കെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ മറ്റേ തറവാട്ടുകളൊക്കെ വൈകുന്നേരം വരെ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യും. എന്നാലും സന്ധ്യാസമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് മതിയാക്കും. ഈ രാത്രി കാലങ്ങളോ മറ്റോ എത്രയെങ്കിലും അത്യാവശ്യങ്ങൾ വന്നാൽ മാത്രം ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ മാത്രം രാത്രി കാര്യങ്ങൾ നോക്കുന്നല്ലാണ്ട് അങ്ങനെ അനവസരത്തിൽ ഇത് പല നിർവചനം ചെയ്യുന്നതും ശരിയല്ലാന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ളവരായത് നേരമില്ല, സമയമില്ല. നിങ്ങളൊരു 10 മണിക്കോ 12 മണിക്കോ പോയാലും അവർ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു തരും.
ശരി, ഇത് പ്രേക്ഷകർക്ക് കൂടി ഒരു പറയേണ്ടത്. കാരണം നമ്മൾ വളരെ നിസ്സാരമായ കാര്യത്തിന് പോലും ആളുകൾക്ക് ഈ ആശങ്കയിലുണ്ടാകുന്ന സമയത്ത് ജ്യോത്സ്യരെ പോയി സമീപിക്കുകയും ജ്യോത്സ്യർ പറയുന്ന അല്ലെങ്കിൽ പ്രവചനങ്ങളോ ചില സൂചനകളോ അതല്ലെങ്കിൽ പിന്നീട് വരുന്ന പരിഹാരക്രിയകളൊക്കെ വലിയ ആ രീതിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഇവർ പിന്നീട് ഇതിൽ അടിമപ്പെട്ടു പോകുന്നല്ല, ഇതിൽ പിന്നീട് വീണ്ടും ഇവർ ഈ ശാഖയെ വീണ്ടും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ജ്യോത്സ്യരെ സമീപിക്കുവാൻ അതിന് യഥാർത്ഥ ഒരു കാരണങ്ങൾ വേണ്ട, അല്ലാതെ ഒരു വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ജ്യോത്സ്യരെ കണ്ടെത്തുന്ന ഒരു പ്രവണത കൂടി വരുന്നുണ്ടോ ഇന്ന്? സാർ അല്ല, എൻ്റെ അനുഭവത്തിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളിലാണ് അധികം കൂട്ടർ വരിക. ഇപ്പോൾ പറയാന്ന് കേട്ടാൽ ഫോർ എക്സാം ഞാൻ ഒരു ഉദാഹരണത്തിന് ഇപ്പം എക്സാം പിന്നെ നമുക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന ചില കാര്യങ്ങൾക്ക് വീടുകളിൽ കാണുന്ന കാര്യം അങ്ങനെയൊക്കെ അതിൻ്റെ ഇത് ഫലം എന്താണ് എന്ന് അന്വേഷിക്കാൻ പോകുന്ന ചില ആളുകളുണ്ട്. ചില ദുസൂചനകൾ എന്നൊക്കെ സ്വമേധയാ അവർ കണ്ടെത്തുകയും അത് പോയി ചോദിക്കുകയും അത് പിന്നീട് മറ്റൊരു സങ്കീർണമായ പ്രശ്നം ആവുകയോ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഒരു മധ്യകാലഘട്ടത്തിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പെല്ലാം ഈ പറഞ്ഞ ചായ ഉണ്ട്. തിയേറ്ററിൽ കുടുംബത്തിൽ എന്തെങ്കിലും കലഹങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ശത്രുത കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഇത് എന്തെങ്കിലും പ്രയത്നങ്ങളൊക്കെ കൊണ്ടോ അത് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അവരെന്നെ ആ ശത്രുപക്ഷത്തെ അവരെന്നെ മനസ്സിൽ പ്രതിഷ്ഠിക്കും, ഇതാളാ നിനക്കിത്. അപ്പോൾ അത് രാശി വെച്ച കാര്യങ്ങൾ വെച്ചാൽ അത് പറഞ്ഞില്ലെങ്കിൽ അവരൊക്കെ അസംതൃപ്തി വരും. ശരി, ഇപ്പോൾ ഈ ശത്രുപക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റൊരു കാര്യം, ഈ അടുത്ത കാലത്ത് നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് കൂടോത്രം എന്നുള്ളൊരു വിഷയം ചോദിച്ചാലും കേട്ടിട്ടുണ്ട്. അതൊരു രസകരമായി തോന്നുന്ന കാര്യം. ഈ ആധുനിക യുഗത്തിൽ എന്ത് പ്രസക്തിയുള്ളത്? അത് അവരാണ് പൂർണ്ണമായ അന്ധവിശ്വാസം അല്ല, അന്ധവിശ്വാസമല്ല. ഈ മന്ത്രവാദം എന്നുള്ളത് ഒരു ശാസ്ത്ര നിയമത്തിൽ ഇതുപോലെയല്ല ജ്യോതിഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മന്ത്രവാദമുണ്ട്. ദുർമന്ത്രവാദം വേർക്കട്ടെ. പക്ഷെ അത് എവിടെയാണെന്നറിയാം, ഈ സമൂഹം വേണ്ട പോലെ ജ്ഞാനികളല്ലാത്തൊരു സമൂഹ കാലഘട്ടത്തിൽ അന്നിപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ പോലെ വിശദമായ ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ നിന്ന് ഇത്രയൊന്നും വർദ്ധിച്ച കാലഘട്ടം തന്നെ എൻ്റെ ചെറിയ പ്രായം. അന്ന് എന്തെങ്കിലും രോഗം വന്നാലും കാര്യങ്ങൾ വന്നാലും ഒന്ന് മാടയൊക്കെ വരുവും, മറ്റൊരു താടബന്ധം പ്രാർത്ഥിക്കും, കാര്യങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നല്ല, മറ്റേ ഇപ്പോൾ നമ്മൾ ഈ ബാധ കൂടി എന്നെല്ലാം പറഞ്ഞിട്ട് പറയും. ചിലപ്പോൾ രാത്രി എഴുന്നിട്ട് ഇത് കളിക്കുക അല്ലെങ്കിൽ പനി കൂടാൻ മാറാണ്ട് ഇതൊക്കെ ഇതിന് ബാധ ദോഷങ്ങളൊക്കെ പറയും. അപ്പോൾ അതിന് ഈ മന്ത്രം ജപിച്ചു കൂടുക, കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് ഒരു ചെറിയ പ്രായത്തിൽ ഒരു കാലിൽ വിഷപ്പെട്ടിട്ട് ഒരാൾ വന്നിട്ട് പിന്നെ അത് ജപിച്ച് ഊതിച്ചിട്ടാണ് ഇതിന് ജലം വെള്ളം ഇതാക്കിയിട്ട് സമരം കിട്ടിയിട്ടുണ്ട് ഗുരുപോലെ എല്ലായിട്ട്. അപ്പോൾ അതിൻ്റെ ആ കാലഘട്ടത്തിന് വിശ്വാസത്തിനല്ല, ആ ജപത്തിൻ്റെ ഇതുകൊണ്ട് ഇതുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ചത് നമ്മൾ അന്ധകാരം നീങ്ങൽ ചെയ്യുന്നത്. അതല്ല അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പിന്നെ അമിതമായിട്ട് വിശ്വസിക്കുന്നതിനല്ല അന്ധവിശ്വാസം എന്നാണ് ഒരു തരത്തെ മാറ്റാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഇരുട്ടുള്ളിടത്ത് ഇപ്പോൾ വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഇതിൽ ഇപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ മാറണം. അത് മനുഷ്യരുടെ മാറണ്ട്, ശാസ്ത്രം. ഞാൻ മറ്റൊരു മറുവാദം പറയട്ടെ. ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരെ ആ തരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതും സമൂഹത്തിൽ ഒരേ പങ്ക് അവരുടെ ഭാഗത്തുണ്ട്. അവർ ശ്രദ്ധയായിട്ട് ഇതാക്കിയാൽ ശരിയാവുന്നുണ്ട്. അല്ല, അത് അങ്ങനെയുള്ളൊരു ചിന്താഗതി കൊണ്ട് പോകുന്ന ഇപ്പോൾ പൊളിറ്റീഷ്യൻ പോലും ശരിക്കും അപകാശരാകില്ല ചെയ്യുന്ന സമൂഹത്തിൽ വളരെ കുറവാണ്. ഇപ്പോൾ ആ മേഖലയിൽ വരുന്നവർ വളരെ കുറവായിട്ട് ഏത് കാലഘട്ടത്തിലാണ് അത് എനിക്ക് തോന്നറിയാം. എൻ്റെ അടുത്ത് വരാത്തതാണെന്ന് അറിയില്ല. ഞാൻ പലപ്പോഴും ഈ മേഖലയെ വളരെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു കുടുംബക്കാരനാണ്. നിങ്ങൾ കഴിയുന്നത്ര അത് പോകണ്ട, നിങ്ങൾ ഈ പ്രാർത്ഥന ചെയ്യും, ഈ കാര്യങ്ങൾ ചെയ്ത് പറയാതെ ആ ഒരു നിലപാടിൽ ഞാൻ എന്നെപ്പറ്റി പ്രവർത്തിക്കുന്ന ഒരു അഭിപ്രായത്തിന് വേണ്ടിയിട്ടല്ല. ഞാനും സമൂഹമായിട്ട് പല രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന തരത്തിൽ എനിക്കും മനുഷ്യന്മാരുടെ നിലപാടുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇടാവുന്നത് കൊണ്ട് ആദ്യത്തെ കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായി ഇന്നത്തെ പൂജ ചെയ്താലേ അല്ലെങ്കിൽ ഇന്ന ഒരുപാട് മന്ത്രവാദം ചെയ്താലേ അത് നേരെയാവുമെന്നൊക്കെ എനിക്ക് തോന്നിയ കാലഘട്ടമുണ്ട്. ഞാനന്ന് പരിഹാരങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ സ്വാധീനങ്ങളും അവരുടെ നിലപാടുകളും കാര്യങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് ഈ വിശ്വാസങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോയില്ല ഇന്ന്. അപ്പോഴും ഇത് അതാണെന്ന് അവരെ കൂടുതൽ അജ്ഞാനികളാക്കുന്ന മാധ്യമം ഇത് ഈ മാധ്യമത്തിൽ അതും ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പിന്നെ എന്താ പറയുന്നത് സൈക്കോളജി പോലെ മനഃശാസ്ത്രപരമായിട്ട് നിലപാടെടുക്കേണ്ടുന്നൊരു ശാസ്ത്രമാണ് ശരിക്ക്. പക്ഷെ അത് കൂടുതൽ ആ മനസ്സിൽ കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുന്ന ഇതിലേക്കും പോകുന്നുണ്ടല്ലോ. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഉണ്ടോ അറിയില്ല, ഈ പിന്നെ പുനർവിവാഹത്തിൻ്റെ ദോഷമുള്ള ജാതകങ്ങളിൽ ഈ വിവാഹത്തിലുണ്ട്. ഈ വാഴ കേട്ടാൽ
പിന്നെ വാഴക്കൊല വാഴ നട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ വെട്ടി നശിപ്പിച്ചാൽ ഭാര്യ നാശം വരുന്നതിന് പകരമായി അത് എന്നിട്ട് കല്യാണം അതിനെ കല്യാണം കഴിച്ചിട്ട് അതിനെ സിംബോളിക്കലായിട്ട് അങ്ങനെ ഒരു നിയമങ്ങളുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് ഈ ഫലം തീർക്കുന്നതിൻ്റെ ഒരു വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊക്കെ എത്രത്തോളം പിന്നെ അതിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ മറ്റൊരു ഭാഗം ഇതാണ്. അല്ല, അതുകൊണ്ട് പ്രായേണ എൻ്റെ രത്ന ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് വിചാരിച്ചറിയാം, ഇത് അടിത്തറയുള്ളൊരു ശാസ്ത്രം തന്നെയാണ്. പക്ഷേ ഇത് ഏറ്റവും ഇത് വിശകലനം ചെയ്യാനും ഇത് നമുക്ക് ഒരു ശാസ്ത്രവിനോദമായിട്ട് കൂടുതലുള്ള ആൾക്കാർക്ക് ഇത് വന്നു ചേരുന്നതിൻ്റെ ഒരു പ്രതികരണം അതിൽ ഈ ജ്യോത്സ്യന്മാരുടെ ഇടയിൽ തന്നെയുള്ള പ്രയത്നങ്ങളും അതൊരു ഭാഗമാണ്. പക്ഷെ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഈ ശാസ്ത്രം ഒരു കാലഘട്ടത്തിലും അതിനടിസ്ഥാനപരമായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എന്താ പറയേണ്ടത് ഒരു ലാബോറട്ടറി ഇല്ല. ലാബോറട്ടറി വേണമല്ലോ. അതിലെ കൂടാതെ ഇത് ശാസ്ത്രത്തിൻ്റെ കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഒരു കാലഘട്ടം ചൊവ്വയെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന അനിഷ്ടപരങ്ങൾ ഇന്നത്തെ ഈ പിന്നെ യോഗ്യതക്കനുസരിച്ച് ആ ചൊവ്വ ഏത് രൂപത്തിൽ അതിനെ കണ്ടെത്താമെന്നുള്ള ഈ ശാസ്ത്രത്തെ ഈ അടിസ്ഥാന ശാസ്ത്രത്തെ പരിഷ്കരിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്നുള്ളതാണ്. അത് നടത്തേണ്ടുന്നത് അന്നത്തെ അതത് കാലഘട്ടത്തിലെ ദേശാധികാരികളുടെ ഭാഗത്തുനിന്ന് വരുന്നത് മാധ്യമമാണ്. മുമ്പിൽ രാജാക്കന്മാർ ഇതിനു വേണ്ടി പ്രയത്നിച്ചു. അതുകൊണ്ടാണ് പിന്നെ വരാഹനും ഭാസ്കരാചാര്യനും മറ്റുള്ള ആര്യഭടനും കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി പ്രയത്നിച്ച് കാലാകാലങ്ങൾ മാറ്റം ചെയ്തത്. ഇന്ന് ആര് ഇതിന് വേണ്ടിയിട്ട് ഇതിനുള്ള സാമ്പത്തിക ബാധ്യത ആര് ഇതാക്കും? ഏത് ഗവൺമെൻറ് ഇതിന് വേണ്ടി പ്രയത്നിക്കുന്നു? അങ്ങനെ പ്രയത്നിച്ചെടുക്കുകയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു കുറ്റം വരെ കണ്ടെടുക്കാൻ ഈ ശാസ്ത്രം കൊണ്ടാകുന്ന എൻ്റെ വിശ്വാസം. ഈ തസ്കര ശാസ്ത്രമുണ്ട്. തസ്കരന്മാരെ മനസ്സിലാക്കാനും നഷ്ടപ്പെട്ട സാധനങ്ങൾ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ യുദ്ധനൂതിയിൽ ഏത് സമയത്ത് എങ്ങനെ പ്രവർത്തിക്കണം, കാര്യങ്ങൾ ചെയ്യാനുള്ള പിന്നെ യുദ്ധതന്ത്രങ്ങളിലുണ്ട്. എന്തെല്ലാം ശാസ്ത്രത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇതാ കാലാവസ്ഥകൾ മുമ്പിൽ അതിൻ്റെ കാലാവസ്ഥ നമ്മൾ പറഞ്ഞ് ഇത്ര വർഷം ഇത് വർഷിക്കും അല്ല, ഒരു കാലഘട്ടത്തിൽ പ്രവചിച്ചതല്ലേ. ജ്യോത്സ്യർ സ്വകാര്യമായി മറ്റൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം ജ്യോത്സ്യർ കുറേ കാലഘട്ടമായി ഈ മേഖലയിൽ ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കളവ് കേസുകൾ കണ്ടുപിടിക്കൽ അല്ലെങ്കിൽ മറ്റ് പല കണ്ടെത്തലുകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജ്യോത്സ്യർ വന്ന് കണ്ടിട്ട് പേര് വെളിപ്പെടുത്തണ്ട ജ്യോത്സ്യർ? കാരണം വെളിപ്പെടുത്താതെ തന്നെ വെളിപ്പെട്ട ഒരു രഹസ്യമുണ്ട്. പറയട്ടെ, എൻ്റെ അച്ഛൻ്റെ തന്നെ ജ്യോതിശാസ്ത്രത്തിൽ അത് അലക്സാണ്ടർ ജേക്കബിൻ്റെ ഒരു ഇത് പലരും ടി വിയിൽ കണ്ടിട്ടുണ്ട്. അയാളുടെ അനുഭവമാണ്. അയാളിവിടെ എസ് പി ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് കണ്ണൂർ ജില്ലയിലെ സൂപ്രണ്ട് പോലീസായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ബാങ്കിൽ ഒരു മോഷണം പോയ സമയത്ത് അദ്ദേഹം രഹസ്യപ്പെട്ട ഞാൻ സാക്ഷിയാണ്. അദ്ദേഹത്തെ അന്നേരമൊക്കെ അറിയില്ല, അയാൾ ഞാനിത് പഠിക്കുന്നത് നോക്കില്ല. അപ്പോൾ അദ്ദേഹം വന്ന് രാശി നോക്കിയപ്പോൾ അച്ഛൻ ആദ്യം എടുത്ത് പറഞ്ഞ വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് കള്ളനോ വേണ്ട ചോദിച്ചു. അതേ സാർ പറഞ്ഞു. എന്നാൽ പിന്നെ അയാളെ നക്ഷത്രം കൊണ്ടാണ്. അയാളെ നക്ഷത്രം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. രസമല്ല, രസം പറഞ്ഞത്. ഒടുക്കം രാശിയിലും വെച്ചു പറഞ്ഞു. ഏകദേശം ഈ വസ്തു ഇന്ന സ്ഥലത്ത് ഒളിഞ്ഞ് കിടപ്പുണ്ട്. അതൊരു ജലപ്രാന്തമാണ്. ജലം മൂടിയ ഒരു സ്ഥലമാണ്. അവിടെ വൃക്ഷം എന്ന് പറഞ്ഞാൽ തെങ്ങ് രണ്ട് മൂന്ന് തെങ്ങുകളുണ്ട്. ഇത് പിന്നെ എവിടെയും ഈ കള്ളനെ തെരഞ്ഞു പോണ്ട. ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ നിങ്ങളൊന്ന് നിരീക്ഷണം ചെയ്താൽ മതി. ഇത്ര പറഞ്ഞു വിട്ടത് ഞങ്ങൾക്ക് നല്ലതാണ് പറഞ്ഞു. അദ്ദേഹം അതുപോലെ ബാങ്ക് നിരീക്ഷണം ചെയ്തു. അതിലത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് പിന്നെ ഇതിനെ പ്രവർത്തിച്ചത്. അവിടുന്ന് കുറച്ച് പറഞ്ഞപ്പുറമുള്ള ഒരു ഒടിഞ്ഞ പറമ്പിൽ ഒരു കോല് തരണം പണ്ടത്തെ അതിങ്ങനെ മൂടിക്കിടന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ പോലെ തെങ്ങ് കണ്ടു. അയാൾ വീട്ടിലെടുത്തില്ല, സാധനം എടുത്തില്ലല്ലോ. അത് പത്രത്തിൽ വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അദ്ദേഹം ഏതോ ഒരു ചാനൽ ഈ പിന്നെ ഇവരെ ഇയാളെ നമ്മളെ ശ്രീകണ്ഠനാല ഇതല്ലല്ലോ എന്താ 24 അയാൾ ഇതിൻ്റെ അവരൊരു ചോദ്യോത്തരം പരിപാടിയിൽ ഇത് കാര്യമായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അല്ല ജ്യോത്സ്യരെ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. കാരണം നേരത്തെ ജ്യോത്സ്യർ സൂചിപ്പിച്ച ഏറ്റവും അവസാനം സൂചിപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മറ്റ് മേഖലകളിൽ അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രശാഖകളിലൊക്കെ കാലോചിതമായ മാറ്റങ്ങൾ ജ്യോതിഷത്തിലും ഉണ്ടാകണം. അല്ലെങ്കിൽ ഭാവി ഇനി വരുന്ന തലമുറയെങ്കിലും അതിന് കൂടുതൽ പ്രയത്നിച്ചുകൊണ്ട് ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ ഈ മാറ്റത്തിന് വേണ്ടി പ്രയത്നിക്കുക. എന്നാൽ മാത്രമേ ഇതിന് കാലോചിതമായ മാറ്റങ്ങൾ ഈ ശാസ്ത്ര അല്ലെങ്കിൽ ഈ ജ്യോതിഷത്തിനുണ്ടാകും എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ടോക്ക് ടൈം ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാം. കാസർഗോഡ് വിഷൻ്റെ ടോക്ക് ടൈമിന് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡ് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ച ജ്യോതിഷ സദനം ശ്രീ നാരായണ പൊതുവാൾക്ക് കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ജ്യോത്സ്യർ.